സ്റ്റുഡൻസ് എല്ലാവർക്കും നമ്മുടെ FM മാരത്തോൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഡേ 1 ഞാൻ വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് ACCA തന്നെ ഇതിന്റെ മുൻപ് നടത്തിയിട്ടുള്ള കുറെ മോക്ക് എക്സാംസ് ഉണ്ട്. അതിന്റെ ഡേറ്റ എൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ സേവ്ഡ് ആണ്. അതൊന്നും നല്ല റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പൊ ഞാൻ എടുത്തുള്ളത്. ഈ പേപ്പർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ആക്ച്വലി സെപ്റ്റംബർ 2024 കണ്ടക്ട് ചെയ്ത പ്രീമോക്ക് ആണ്. ഇതുപോലത്തെ ഒരു പ്രീമോക്ക് നിലവിൽ നമ്മുടെ എക്സാം ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാമിനുള്ള രീതിയിൽ നമ്മുടെ CB പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പുതിയതുണ്ടാവും. ഓക്കെ, ഓരോ സെഷനിലും ACCA പുതിയ മോക്ക് എക്സാംസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യും. ഞാൻ എല്ലാ തവണയും നടന്ന സെഷൻസിന്റെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ റെലവെന്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല ആ സിറ്റിയിൽ. ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്ന സിറ്റിംഗ് ഏതാണോ അതിലെ പ്രീമോക്ക് എക്സാംസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അതിന് മുന്നേ നടന്നുള്ള എക്സാംസ് ഒന്നും നിങ്ങൾക്ക് അവൈലബിൾ ആവത്തില്ല മോക്കില്. ബട്ട് ഫൈനൽ നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻസ് അതിന്റെ എല്ലാ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അവർ പുറത്തു വിടുന്നില്ല. ആ കൂടി കുറഞ്ഞ എക്സാമിനറുടെ റിപ്പോർട്ടിൽ പുറത്തു വിടുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സേ ഉള്ളൂ. സോ ആക്ച്വലി സെക്ഷൻ C ക്വസ്റ്റ്യൻസ് നമ്മൾ CB പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഇല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് പറഞ്ഞേ. ഡു വി ഹാവ് ഗുഡ് നമ്പർ ഓഫ് സെക്ഷൻ C ടൈപ്പ് കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണോ ഇല്ലയോ? എല്ലാ സിറ്റിംഗിന്റെയും ഉണ്ടോ ഇല്ലയോ? യെസ്. മെയിൻലി നമുക്ക് എക്സാംസിന് ലാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസിന് കുറച്ചുകൂടി ലാക്ക് ചെയ്യുന്നത് പ്രാക്ടീസ് ക്ലാസ് സെഷൻസ് നമ്മുടെ ക്യാപ്ലാൻ എക്സാം കിറ്റ് കംപ്ലീറ്റ് ചെയ്തു, BPP കംപ്ലീറ്റ് ചെയ്തു, എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലുള്ളത് സ്റ്റഡി ഹബും ഇത്രയും കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേ. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്കില്ല. ആ കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉള്ളത് സെക്ഷൻ C ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ CB പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം എനിക്കൊന്ന് സെക്ഷൻ Aയുടെയും Bയുടെയും സ്പെസിമെൻ പേപ്പറിലും പ്രാക്ടീസ് എക്സാംസിലും മാത്രമേ അവൈലബിൾ ഉള്ളൂ. സോ കൂടുതൽ മോക്ക് എക്സാംസിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്നത്. സോ ഇതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എക്സാമിന് നിങ്ങൾ ആദ്യം ശരിക്കും ഞാൻ ഇത് ആൻസർ സോൾവ് ചെയ്യാനെന്ന് വിചാരിച്ചത്. ബട്ട് ഞാൻ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആലോചിച്ചു അതിന്റെ തോട്ട് പ്രോസസ്സിലൂടെ കൊണ്ടുപോയി അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ശരിക്കും നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. സോ 20 മാർക്സ് ഉണ്ട്. 20 മാർക്സിന് ഓരോ മാർക്സിന് 1.8 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 36 മിനിറ്റ്സ് എടുക്കാം നമുക്ക് ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യന്. എക്സാമിന് എപ്പോഴും നമ്മുടെ ടൈം മനസ്സിലാക്കണേ. 1 മാർക്ക് ഇസ് ഈക്വൽ ടു എത്ര മിനിറ്റ്സ് ആണ് നമുക്ക്? 1 മാർക്ക് ഇസ് ഈക്വൽ ടു എത്ര മിനിറ്റ്സ് ആണ് നമ്മുടെ എക്സാംസിന്? 1.8 മിനിറ്റ്സ് ആണ് ആവറേജ് നമ്മൾ എടുക്കേണ്ടത്. 1.8 മിനിറ്റ്സ്. സോ ആക്ച്വലി 10 ക്വസ്റ്റ്യൻസ് ചെയ്യുവാണെങ്കിൽ 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലേ ഫസ്റ്റത്തെ? 20 മാർക്സ് ഉണ്ടാവും. 20 into 1.8 ആയ 36 മിനിറ്റ്സ് എടുത്തുകൊണ്ട് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യണം. സോ ഇതിന്റെ റെക്കോർഡിങ്സ് വാച്ച് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വെച്ച് വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് 36 മിനിറ്റ്സ് കൊടുത്തുകൊണ്ട് 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാതെ കണ്ടിന്യൂസ് 3 hours നിങ്ങൾക്ക് പ്രാക്ടീസ് തന്ന് പിന്നീട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ടൈം ലാഗ് ആയി പോകും. സോ നമുക്ക് ഓരോരോ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? എടുത്തെടുത്ത് കൺസിഡർ ചെയ്തു പോകാം. ഓക്കെ, ശരി. സോ എല്ലാവരുടെയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേ. നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാമിന് ആദ്യം വായിക്കേണ്ടത് എന്താണ്? നമ്മുടെ സിനാരിയോ ആണോ അല്ലെങ്കിൽ റിക്വയർമെന്റ് ആണോ ആദ്യം വായിക്കേണ്ടത്? റിക്വയർമെന്റ് ആണ് ആദ്യം വായിക്കേണ്ടത്. Which one of the following options is correct relating to the statement 1 and 2? 1 and 2 ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞെടുക്കണം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നു FM-ന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ? പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ എങ്ങാനും ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തല്ല? മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡർ വെൽത്ത് അല്ല. സോ 1 ട്രൂ ആണ്. അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ 2 വരില്ല, ഓപ്ഷൻ 4 വരില്ല. കാരണം ഇതിൽ രണ്ടിലും ഫോൾസ് അല്ലേ കിടക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2 വാല്യൂ ഫോർ മണി അപ്രോച്ച്. VFM അപ്രോച്ച് ആരുടെ പെർഫോമൻസ് ഇവാലുവേഷനും അല്ലെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്? മാനേജ്മെന്റ് നോട്ട് ഫോർ പ്രോഫിറ്റ്. അവിടെ 3 E's ഉണ്ട്. 3 E's ഏതൊക്കെയായിരുന്നു? 3 E's എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. ഇൻപുട്സിനെ കൊണ്ടുവരണം വിത്ത് ഹയർ കോസ്റ്റ് ഓർ ലോവർ കോസ്റ്റ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ഉണ്ടാക്കുക.
ആരുമായി കമ്പയർ ചെയ്തുകൊണ്ട് Input. ഇൻപുട്സ്. Input item. ഇതിന്റെ പുറമെ ഒരു ഇഫക്റ്റീവ്നെസ്സിന് എന്തുണ്ടാകണം? ഇഫക്റ്റീവ്നെസ്സിന് ടാർഗറ്റ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യുന്നുണ്ടോ നോക്കുന്നത്. അൾട്ടിമേറ്റ് Goal objective. പറഞ്ഞത് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് മിനിമൈസിങ് കോസ്റ്റ് ഓഫ് ഇൻപുട്സ് ഫോർ അച്ചീവിംഗ് ടാർഗറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇത് ഇഫക്റ്റീവ്നെസ് ആണോ? അല്ല, ഇഫക്റ്റീവ്നെസ് ഒബ്ജക്റ്റീവിലോട്ടല്ലേ വരേണ്ടത്. സോ സെക്കൻഡ് വൺ ഫോൾസ് ആണ്. സോ ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, അടുത്തത് ഫിസ്ക്കൽ പോളിസി. എടാ, മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസ്ക്കൽ പോളിസി ഉണ്ട്. ഇത് തമ്മിൽ വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഞാൻ അതിനു വേണ്ടി ഇവിടെ നമ്മുടെ ഷോർട്ട് നോട്ട്സ്, പോക്കറ്റ് നോട്ട്സ് ഇവിടെ എടുത്ത് വെച്ചായിരുന്നു. ഒരു സെക്കൻഡ് എടാ. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്താണ്? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്തൊക്കെയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? മണി സപ്ലൈ. പറയുന്നത് നമ്മുടെ എക്കണോമിയിലുള്ള മണി സപ്ലൈയും ആ മണിയുടെ മുകളിൽ വരുന്ന പ്രൈസ് അഥവാ ഇൻട്രസ്റ്റ് റേറ്റിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസിനാണ് മോണിറ്ററി പോളിസി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഫിസ്ക്കൽ പോളിസി അതായത് ഏറ്റവും സ്റ്റാർട്ടത്തെ ബേസ് തിയറി ആയിട്ടുള്ള കാര്യമാണ്. പല കുട്ടികളും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഈ ഏരിയാസിന് മിനിമം നമുക്ക് 3 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. 3 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 6 മാർക്ക് ഉണ്ട്. 6 മാർക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാവും. സോ ബേസിക് തിയറി ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റർ ഉള്ളത്. ഒന്ന് ഈ റോൾ ഓഫ് ഫിനാൻസ് മാനേജർ ഐഡന്റിഫൈ ചെയ്തു, മറ്റൊന്ന് ഫിനാൻഷ്യൽ എൻവയൺമെന്റിന്റെയും. അപ്പൊ ആരെങ്കിലും അത് മിസ് ഔട്ട് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക, നിർബന്ധമായിട്ട് ചെയ്യുന്നേ വേണം. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ടാക്സ്, ഗവൺമെന്റ് തീരുമാനിക്കുന്ന ടാക്സ് റേറ്റുകൾ, ഗവൺമെന്റിന്റെ ബോറോയിങ്സ്, ഇങ്ങനെയുള്ള ഗവൺമെന്റ് സ്പെൻഡിങ്, ടാക്സേഷൻ, ബോറോയിങ് ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി. സോ മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസിയാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന 2 പോളിസീസ്. ഇതല്ലാതെ ചെറിയ ചെറിയ പോളിസി വേറെയുണ്ട്. കോമ്പറ്റീഷൻ പോളിസി ഉണ്ട്. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് മോണിറ്ററിയും ഫിസ്ക്കൽ ആണ്. സോ പറഞ്ഞേ, റെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഏത് പോളിസിയാ? മോണിറ്ററി. ഗവൺമെന്റ് ബോറോയിങ് ഡിസിഷൻസ് ഫിസ്ക്കൽ. ഫിസ്ക്കൽ. ടാക്സേഷൻ ഏതായിരുന്നു? ഫിസ്ക്കൽ പോളിസി. മണി സപ്ലൈ മോണിറ്ററി പോളിസി. 3 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? ശരി. ക്ലാസിഫൈ ദ ഫോളോയിങ് മണി മാർക്കറ്റ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. റിസ്ക് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതാണ് ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഇതൊക്കെ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, ട്രഷറി ബില്ലുകൾ ഡിസ്കൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ റിപ്പോ എഗ്രിമെന്റ് റീപർച്ചേസ് എഗ്രിമെന്റ്സ് ആണ്. റീപർച്ചേസ് എഗ്രിമെന്റ് കൂപ്പൺ ബെയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇത് നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്യാവശ്യം നോക്ക്. ഇപ്പം ആദ്യം വന്ന് 3 ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂമറിക്കൽ ആണോ, തിയറി ആണോ? തിയറി. എത്രത്തോളം തിയറി ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യണേ. അതൊന്ന് കൗണ്ടും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരും, തിങ്ക് ചെയ്യേണ്ടി വരും. സോ 3 ക്വസ്റ്റ്യൻ തിയറി ഉണ്ട്. 4ാമത്തെ ഫസ്റ്റ് ഒരെണ്ണം ന്യൂമറിക്കൽ വരുന്നത്. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ടോട്ടൽ ഷെയർ ഹോൾഡർ റിട്ടേൺ. ടോട്ടൽ ഷെയർ ഹോൾഡർ റിട്ടേൺ ഏത് ഇയറിന്റെയാണ്? 20x4-ന്റെയാണ്. സോ 20x4-ൽ കിട്ടിയ ഡിവിഡൻഡ് പ്ലസ് ഒരു ഷെയർ ഹോൾഡേഴ്സിന് വർഷത്തിന്റെ അവസാനമോ ഇടയിലോ കുറച്ച് ഡിവിഡൻഡ് കിട്ടും. അത് മാത്രമല്ല അദ്ദേഹത്തിന് ശരിക്കുള്ള ഗെയിൻ എന്ന് പറയുന്നത്, ആ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഡിവിഡൻഡും ഉണ്ട്, അതിന്റെ പുറമെ എന്തുകൂടിയുണ്ട്? ഡിവിഡൻഡും ഉണ്ട്, അതിന്റെ പുറമെ എന്തുകൂടിയുണ്ട്? പറഞ്ഞേ. ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ അതായത് ഷെയറിന്റെ വാല്യൂ. ക്യാപിറ്റൽ ഗെയിൻ അഥവാ ഷെയറിന്റെ വാല്യൂ. ക്യാപിറ്റൽ ഗെയിൻ ഷെയറിന്റെ വാല്യൂ. ചിലപ്പോൾ ലോസ് ഉണ്ടാവാറുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? എവിടുത്തെ പ്രൈസ് എടുക്കണം? സ്റ്റാർട്ടിലെ പ്രൈസ്. ഇതല്ലേ എടുക്കേണ്ടത്. സോ നമുക്ക് അറിയേണ്ടത് 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഇത് അത്യാവശ്യം നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എന്ത് മനസ്സിലായി? 20x4-ന്റെയാണ് നമുക്ക് അറിയേണ്ടത്. 20x4-ന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എവിടെ ചെയ്യേണ്ടത്? എക്സൽ ആണോ, പെൻ ആൻഡ് പേപ്പർ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണോ സോൾവ് ചെയ്യേണ്ടത്? പേപ്പർ കാൽക്കുലേറ്റർ യൂസ് ചെയ്തത്. ഞാനിവിടെ നിങ്ങൾ ഇത് ഓൾറെഡി ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട്.
ഞാൻ ഡിസ്കഷന് കൂടി സമയം ഒരുപാട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 36 മിനിറ്റോളം ഇത് പ്രാക്ടീസിന് ടൈം തന്നിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഐ എം യൂസിങ് എക്സൽ. ബട്ട് whenever you practice in section A and B, please practice with pen and paper and calculators only. Don't use spreadsheet function since it is not available in the exams. Yeah. So എനിക്ക് എന്താ അറിയണം? ഡിവിഡൻഡ് അറിയണം. 20x4 ഡിവിഡൻഡ് അറിയണം. ആൻഡ് ഷെയർ അപ്രീസിയേഷൻ അറിയണം. സോ ഷെയർ അപ്രീസിയേഷൻ അറിയണമെങ്കിൽ എനിക്ക് അത് ഷെയർ പ്രൈസ് അറിയാം. ഷെയർ പ്രൈസ് മീൻസ് MPS, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഡിവിഡൻഡും ക്യാപിറ്റൽ ഗെയിനും ഷെയർ പ്രൈസ്, സ്റ്റാർട്ടിൽ ഷെയർ പ്രൈസ് പറഞ്ഞാൽ ഇവരെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഡിസംബർ 20x3 ആണ്. ഡിവിഡൻ yield ആണ് തന്നത്. എന്നതാണ് ഡിവിഡൻ yield എന്ന് പറഞ്ഞാൽ? ഫോർമുല അറിയുന്നവർ പറഞ്ഞു എന്താ ഡിവിഡൻ yield? ഡിവിഡൻ yield Earnings divided by ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഷെയർ പ്രൈസ് ആണ്. DPS ബൈ MPS ആണ്. നമ്മളിത് ഇങ്ങനെയാണ് പഠിക്കാറ്. ഒരു മിനിറ്റ്, ഞാൻ വേറൊരു സംഗതി കാണിച്ചത്. ഇത് പഠിച്ചെടുക്കാനുള്ള എളുപ്പ വഴി, വഴികൾ ഞാൻ പറഞ്ഞുതരാം. PE റേഷ്യോ എല്ലാവർക്കും അറിയുന്നതാണ്. എടാ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫോർമുല? share divided by earnings per share. MPS ബൈ EPS അല്ലേ? മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ഏർണിങ്സ്, കറക്റ്റ്? Yes. എന്നാൽ ഇതിനെ നേരെ തിരിച്ചിട്ടാൽ, ഉൾട്ട ഇട്ടാൽ, റെസിപ്രോക്കൽ എടുത്താൽ എന്ത് വരും? EPS ബൈ MPS Earnings yield. ഏർണിങ്സ് yield. ഇതേ ഫോർമുലയില് ഏർണിങ്സിന്റെ സ്ഥാനത്ത് ഡിവിഡൻഡിന് ഇട്ട് കൊടുത്താൽ അത് ഡിവിഡൻ yield ആവും. ഇങ്ങനെ ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടും. 3 ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഞാൻ പറഞ്ഞത്. PE റേഷ്യോ, ഏർണിങ്സ് yield, ഡിവിഡൻ yield. നമ്മൾ പഠിക്കുന്ന കോർ PE റേഷ്യോ ആണ്. PE റേഷ്യോ പേരിലുണ്ട്, പിയും ഇയും. പ്രൈസ് ബൈ ഏർണിങ്സ്, P ബൈ E. PE റേഷ്യോ തിരിച്ചിട്ടാൽ ഏർണിങ്സ് yield. ഏർണിങ്സ് yieldല് ഏർണിങ്സിന്റെ സ്ഥാനത്ത് ആരിട്ട് കൊടുത്താൽ, പറഞ്ഞേ, ഏർണിങ്സിന്റെ സ്പേസിൽ ആരിട്ട് കൊടുത്താൽ, dividend. ഡിവിഡൻഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് yield കിട്ടും. ക്ലിയർ? നോട്ട് ചെയ്ത് വെക്കണം, വെറുതെ കേട്ടിരിക്കണ്ട. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തലയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് വേഗം എഴുതി വെക്കുക. ഇസ് ഇറ്റ് ഓക്കെ? Yes. എടാ ബോർഡിൽ അനോട്ട് ചെയ്യരുത്, ആരും വരയ്ക്കരുത്. എന്റെ സ്ക്രീനില് ഞാൻ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനും വരയ്ക്കാനുള്ള ഒക്കെ സ്വാതന്ത്ര്യം ഇവിടെ ഓപ്പൺ ഉണ്ട്. ബട്ട് ബോർഡിൽ വരയ്ക്കല്ലേ, അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ശരി, എന്നാൽ ഇവിടെ നമുക്ക് തന്നുള്ളത് ഡിവിഡൻ yield ആണ്. ഡിവിഡൻ yield. അപ്പൊ കിട്ടിയത് എഴുതി വെക്കുക. അത് തന്നത് 20x3 ആണ്. 20x3 ആണ് നമ്മൾ തന്നുള്ളത്. ഡിവിഡൻ yield തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് yield ഇതെന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? 4% അല്ലേ? 0.04. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയതാണ്? ഈ ഫോർമുല അറിയണം. ഒന്ന് പറഞ്ഞ എന്താ ഫോർമുല? DPS ബൈ MPS. DPS ബൈ MPS ആണത്. ഓക്കെ, ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ സമയം എടുക്കും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. നല്ല ക്വസ്റ്റ്യൻ ആണത്. പിന്നെ പറഞ്ഞു EPS ഫോർ ദ ഇയർ വാസ് 140 cents. സോ EPS തന്നിട്ടുണ്ട്. 20x3 ആണ്. 20x3 ആണ്. ഇപ്പൊ എൻഡ് ചെയ്ത ഇയർ 20x3 ആണ്. ഈ വർഷത്തെ EPS തന്നത് 1.4 cents. സോറി, $1.4. 140 cents ആണെന്ന് വെച്ചാൽ 140 cents മീൻസ് $1.4. പിന്നെ അവരുടെ PE റേഷ്യോ തന്നിട്ടുണ്ട്. എടാ PE റേഷ്യോയും EPSും കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? PE റേഷ്യോയും EPSും അറിഞ്ഞാൽ റേഷ്യോ ചെയ്താൽ എന്ത് കിട്ടും? MPS. സോ ഇവിടെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കിട്ടി. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ EPS ഇൻടു PE റേഷ്യോ, മാർക്കറ്റ് പ്രൈസ് കിട്ടി. ഇനി എടാ ശ്രദ്ധിക്കടാ, സംസാരിക്കലേ പിറകുന്നു സൽമ. അപ്പൊ എനിക്ക് എന്ത് കിട്ടിയടാ? നമുക്ക് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കിട്ടി. എനിക്ക് ഡിവിഡൻ yield പറയാം. നോക്കടാ, ഈ ഫോർമുല ഇല്ലേ ഡിവിഡൻ yieldന്റെ ഫോർമുല? എന്തായിരുന്നു? DPS, ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 0.04 ആണെന്നും മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ എത്രയാണെന്നും കിട്ടി. കിട്ടിയടാ 8.4. 8.4 ആണെന്നും കിട്ടി.
അങ്ങനെയെങ്കിൽ ഈ ഡിവിഡൻഡ് എങ്ങനെ കിട്ടാൻ പറ്റും? ഈ 8.4 ഡിവിഷൻ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ Multiplication. മൾട്ടിപ്ലിക്കേഷൻ ആവില്ലേ? സോ ഇത് കണക്ട് നമ്മൾ പഠിച്ച റേഷ്യോസ് ഉപയോഗിച്ച്, ഇത് റേഷ്യോന്റെ ക്വസ്റ്റൻ ആണ്. റേഷ്യോസിന് ഏത് ഫോമുല ഉപയോഗിച്ച് ഏതൊക്കെ ഡേറ്റ കണ്ടെത്താൻ പറ്റും, അതിനകത്ത് നിന്ന് ഏതൊക്കെ കണ്ടെത്താൻ പറ്റും എന്നുള്ള കണക്ഷൻ ആണ്. സോ 20x3 ഡിവിഡൻഡ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഡിവിഡൻഡ് പെർ ഷെയർ ആയ ഡിവിഡൻഡ് 8.4 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഡിവിഡൻഡ് ഈൽഡ് ആയ 0.04 ചെയ്താൽ മതി. ഇതൊരു ഓക്കെ ആണോ? 0.33 അല്ലെങ്കിൽ 34 ആണ് ഡിവിഡൻഡ് കൊടുത്തതെന്നുള്ളത്. ഓക്കെ ആണോ? Yes. നമുക്ക് അറിയേണ്ടത് 20x4ന്റെയും ഡിവിഡൻഡും NPS ആണ് അറിയേണ്ടത്. ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ ഇനി എന്താ പറയുന്നത്? For the year, the EPS is expected to grow by 15%. So EPS 15% കൂടും. 15 അല്ലേ? 15. EPS അപ്പൊ നിലവിൽ നമുക്ക് EPS അറിയാം. ഇത് 15% കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1.15. സോ EPS 1.15. ഇനി പിന്നെന്താ പറയുന്നത്? And they are expected to increase the dividend payout by 10% over the last year. So dividend കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി എത്ര കൂടും? 10% കൂടും. അതിന് ഡിവിഡൻഡ് 0.37 ആവും. 0.37 ആവും. ഇനി എനിക്ക് ഇവിടുത്തെ NPS കിട്ടാൻ നേരത്തെ ചെയ്ത പോലെ PE റേഷ്യോ അറിയാം. PE റേഷ്യോ മാറുന്നില്ല എന്ന് പറയുന്നില്ലേ? The PE ratio is not expected to change. So PE ratio 6 തന്നെ. So PE ratio 6 തന്നെ കിട്ടി. സോ PE റേഷ്യോ EPS ആണെങ്കിൽ ഇവിടുത്തെ എന്ത് കിട്ടാൻ പറ്റും? പറഞ്ഞേ. NPS. സോ EPS ഇൻറ്റു PE റേഷ്യോ ആയ NPS 9.66 ആയി. സോ ഇത് ഉപയോഗിച്ച് 8.4 ഉള്ള ഷെയർ പ്രൈസ് 9.66 ആയിട്ടുണ്ടെങ്കിൽ ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 8.4 ഉള്ള ഷെയർ പ്രൈസ് 9.66 ആയിട്ടുണ്ടെങ്കിൽ ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Capital gain. അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. Capital gain is equal to 9.66 minus 8.4. 1.26 capital gainഉം ഡിവിഡൻഡ് ആയിട്ട് 20x4 എത്രയും കിട്ടുന്നുണ്ട്? 0.37 കിട്ടുന്നുണ്ട്. ഇതായിരിക്കില്ല ഇയാളുടെ ടോട്ടൽ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അതിന് ടോട്ടൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. Yes. ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഡിവിഡൻഡും ഉണ്ടാവും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ഡിവൈഡ് ബൈ ഏത് പോയിന്റിലെ പ്രൈസ് എടുക്കണം? സ്റ്റാർട്ടില്. സോ 20x4ന്റെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ 20x3യുടെ സ്റ്റാർട്ട് പ്രൈസ് ആയിരിക്കില്ലേ, അല്ലെ? 20x3യുടെ എൻഡിലല്ലായിരുന്നു, ഇയറിന്റെ എൻഡിലെ ഫിഗേഴ്സ് ആണ് നമുക്ക് തന്നത്. സോ 20x3ലെ എൻഡിൽ എത്രയാണോ ഷെയർ പ്രൈസ് അതായിരിക്കില്ലേ സ്റ്റാർട്ടിലെ ഷെയർ പ്രൈസ്. കറക്റ്റ്? സോ NPS at start of 20x4 is equal to 8.4. അങ്ങനെയാണ് TSR, total shareholder return, is equal to dividend plus capital gain divided by NPS. ഇത്രയും വലുതാക്കി പരത്തി ഒന്ന് എഴുതണ്ട, ഞങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി ഒരു ടേബിളർ ഫോർമാറ്റിലേക്ക് ഇട്ട് ചെയ്തതാണ്. സോ ഇറ്റ് ഇസ് 19.4% to 1 decimal. 19.4% ആണ് ആൻസർ. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ദാറ്റ്സ് ഓക്കെ. അവർ 19.3 ആണെങ്കിലും 19.5 ആണെങ്കിലും അങ്ങനെ 2-3 ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. കഴിയുന്നത് അവർ പറഞ്ഞ പോലെ തന്നെ 1 ഡെസിമൽസിൽ റൗണ്ട് ഓഫ് ചെയ്യുക. ക്ലിയർ ആണോ? സർ ഇതില് പേ ഔട്ട് റേഷ്യോയില് 10% കൂടി എന്ന് പറഞ്ഞത്? ഒരു സെക്കൻഡ് നമുക്കൊന്ന് കൺഫേം ചെയ്യാതെ. പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവര് എന്താ ഡിവിഡൻഡിന്റെ, നിങ്ങൾ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്നതാ, ഏർണിങ്സിന്റെ എത്ര പെർസെന്റേജ് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു എന്നല്ലേ ഉദ്ദേശിക്കുന്നത് നിങ്ങളല്ലേ? അതല്ല, അവര് ഇത് എക്സാമിന്റെ ആൻസർ കൂടിയാണ്. ബേസിക്കലി അങ്ങനെ നമുക്ക് വിചാരിക്കാമായിരുന്നു, ഏർണിങ്സ് ഉപയോഗിച്ച് അതിന് എത്ര പെർസെന്റ് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഫിഗറാ വരുന്നത്. ഐ മീൻ എമൗണ്ട് കുറയാ ചെയ്യുന്നത്, ഡിവിഡൻഡ് ഗ്രോത്ത് ഇല്ല. ഓക്കെ സർ, ഒരേ ഇയറിൽ തന്നെ 2-3 ഡിവിഡൻഡ് കൊടുത്ത് അതിന്റെ ആവറേജ് എടുക്കണം. ആവറേജ് ഒന്നും എടുക്കണ്ട, ഈ പെർട്ടിക്കുലർ ഇയറിന്റെ മാത്രമാണ്. എന്ത് 2 ഇയറിന്റെ ഇടയിലും ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ററിൻ ഡിവിഡൻഡ് അതുകൂടി കൂട്ടണം. കാരണം 2014 ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, അതുകൂടി കൂട്ടണം. അത് അയാൾക്ക് ഈ വർഷം കിട്ടിയ റിട്ടേൺ ആണല്ലോ. എന്നാൽ ഞാൻ ഒരു എക്സാം ടെക്നിക്ക് പറയാം. എടാ,
നേരത്തെ ചെയ്ത 4 ക്വസ്റ്റ്യൻ, ഇത് 4-ാമത്തെ ആണോ 5-ാമത്തെ ആണോ? 4-ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്ത 3 ക്വസ്റ്റ്യൻ എടുക്കുന്ന ടൈമും ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ എടുക്കുന്ന ടൈമും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കോ അല്ലയോ? പറഞ്ഞേ, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കില്ലയോ? ഈ ഒരു ക്വസ്റ്റ്യന് ഇൻറ്റു നേരത്തെ 3 ക്വസ്റ്റ്യൻ ടൈം എടുക്കുന്നുണ്ട്. സോ എക്സാമിന് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇത് റീഡ് ചെയ്യുമ്പോൾ തന്നെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ സമയം എടുക്കുന്നു മനസ്സിലായെങ്കിൽ ഇതിന് ഞാൻ പ്രിഫറബിളി എന്ത് ചെയ്ത് വെക്കാനാ പറയുന്നത്? ഫ്ലാഗ് ചെയ്ത് വെക്കുക. ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, എളുപ്പമുള്ളത് ആദ്യമേ. നമുക്ക് സെക്ഷൻ 7 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ആദ്യത്തെ 3 റീഡ് ചെയ്യുമ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണോ ഇല്ലയോ? ഈസി ക്വസ്റ്റ്യൻ ആണോ ഇല്ലയോ? Yes. സോ എക്സാമിനിടാ പഠിച്ചാൽ മാത്രം പോലെ എക്സാം ടെക്നിക് കൊടുക്കണം. ഇതിപ്പോ ചെയ്യാം, ഇതിപ്പോ ചെയ്യാം, ഇതിപ്പോ ചെയ്തു. ഇത് ഭയങ്കര പഠിച്ച് കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. ബട്ട് നിങ്ങൾ ഫീൽ ചെയ്യുവാണ് ഇത് കുറച്ച് ചാലഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, കുറെ വായിക്കാനുണ്ട് അല്ലെങ്കിൽ കുറെ ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ ഫ്ലാഗ് ചെയ്തിരിക്കുക. ഫ്ലാഗ് ചെയ്യാതെ പോകരുത്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. എന്നോട് പലപ്പോഴും കുട്ടികൾ ചോദിച്ചു, സെക്ഷൻ A തുടങ്ങണോ, B തുടങ്ങണോ, C തുടങ്ങണോ? ഞാൻ പറയും ഏതും തുടങ്ങാം. ഏത് തുടങ്ങിയാലും ഇപ്പൊ സെക്ഷൻ Aയില് 15 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ 30 മാർക്കാ. അവിടെ എത്ര സമയം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 30 ഇൻറ്റു 1.8 അല്ലേ? എത്ര മിനിറ്റ്സ്? 54 മിനിറ്റ്സ് അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ടെക്നിക്ക് സെക്ഷൻ A തന്നെ തുടങ്ങാം. സെക്ഷൻ Aയിൽ വന്നിട്ട് ഇപ്പൊ ഇതേപോലെയാണെങ്കിൽ 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. 4 ഇപ്പൊ ചെയ്യില്ല, ഫ്ലാഗ് ചെയ്ത് വെച്ചു. 5 വായിക്കും, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. 6 ആണ് ചെയ്യാൻ പറ്റില്ല, അത് ഫ്ലാഗ് ചെയ്യും. ഇങ്ങനെ 15 വരെയുള്ള ക്വസ്റ്റ്യൻ ഫുൾ ആദ്യം ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 15-ൽ ഏറ്റവും എളുപ്പമുള്ള ഒരു 6 7 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിയും. 15-ൽ ശരിക്കും പാസ്സാവാൻ 7 എണ്ണം മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇനി ബുദ്ധിമുട്ടുള്ളതിൽ നിന്ന് ഒരു 3 4 എണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ 15-ൽ ഒരു 10 എണ്ണം നമുക്ക് സ്കോർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താവും? പാസ്സാവും. സോ എക്സാമിന് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ സാധനം നിർബന്ധമായിട്ട് കൊടുക്കണം. നിർബന്ധമായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യണം. റീഡ് ചെയ്യുമ്പം കൺഫ്യൂഷനോ വോളിയമോ കൂടുതലുണ്ട്, ഇപ്പൊ ഇത് ചെയ്താൽ കുറെ സമയം പോകും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ അതിന് എന്ത് ചെയ്യും? ആദ്യം പറഞ്ഞേ, എക്സാം ടെക്നിക് ഫ്ലാഗ് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞ് 30 ക്വസ്റ്റ്യനും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചെയ്യാനല്ല പറയുന്നത്. സെക്ഷൻ Aയിൽ ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻ സെക്ഷൻ Aയിലെ 54 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? തിരിച്ചു വന്ന് ചെയ്യണം. ഓക്കെ? സോ 5-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. Which of the following correctly represent conservative working capital financing policy? Conservative working capital financing policy എന്ന് പറയുന്നത് റീഫിനാൻസിങ് റിസ്കിനെ ഭയന്നിട്ട് അല്ലെങ്കിൽ റീഫിനാൻസ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കൂടുതലും ഷോർട്ട് ടേം എടുക്കുന്നു. കറണ്ട് അസറ്റിനെ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെ കറണ്ട് അസറ്റിനെ ഏതൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യടാം? പെർമനന്റ് കറണ്ട് അസറ്റും ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്. ശരിക്കും ഒരു നോർമൽ ടേംസ് ആണെങ്കിൽ പെർമനന്റ് കറണ്ട് അസറ്റ്സ് ഒരു നമ്മുടെ ബേസിക്കലി കറക്റ്റ്ലി ഉള്ള ഒരു മോഡറേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർമനന്റ് കറണ്ട് അസറ്റ്സിനെ ലോങ് ടേം ഫൈനാൻസ് കൊണ്ടും ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്സിനെ ഏതുകൊണ്ട് എടുക്കണം? ഷോർട്ട് ടേം. ഈ ഷോർട്ട് ടേം എടുത്താനുള്ള ഗുണം ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് കുറവായിരിക്കും. ബട്ട് ഏത് റിസ്ക് ഉണ്ട്? റീഫൈനാൻസ്. ഈ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഫ്ലക്ച്വേറ്റിന്റെ കുറച്ച് പോർഷനും ഏത് വെച്ചെടുക്കും? ഫ്ലക്ച്വേറ്റിംഗിന്റെ കുറച്ച് പോർഷനും ഏത് വെച്ചെടുക്കും? ലോങ് ടേം ഫിനാൻസ് എടുക്കും അല്ലെ? ഷോർട്ട് ടേം പെർമനന്റ് കറണ്ട് അസറ്റ് എന്തായാലും ലോങ് ടേമില്, ഈവൻ ഫ്ലക്ച്വേറ്റിംഗിന് ഷോർട്ട് ടേം മതി. അതിൽ പോലും കൂടുതൽ എടുക്കാൻ നോക്കും? ലോങ് ടേം എടുക്കാൻ നോക്കും. ഓക്കെ. ഹോൾഡിംഗ് ഹൈ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ്. എത്ര ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് എന്ന് ഹോൾഡ് ചെയ്യുന്നത്, കുറെ ഹോൾഡ് ചെയ്യോ കുറച്ച് ഹോൾഡ് ചെയ്യോ എന്നുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് പോളിസി അല്ല. ആക്ച്വലി ഫസ്റ്റ് വൺ ഫിനാൻസിങ് പോളിസി അല്ല. അതേതാണ്? പറഞ്ഞേ. ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ്. റൈറ്റ്? സോ ഇതല്ല. 4th വണ്ണും അല്ല. എന്തുകൊണ്ടാ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഫിനാൻസാ? ഷോർട്ട് ടേം. മുഴുവൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം എടുക്കാൻ പറഞ്ഞാൽ കൂടുതൽ ഷോർട്ട് ടേം മീൻസ് റീഫിനാൻസ് റിസ്ക് ഹൈ ആണ്. പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനാണ് നോക്കുന്നത്. സോ ദിസ് ഇസ് വാട്ട് അപ്രോച്ച്? അഗ്രസീവ്. ഓക്കെ. ഇതുമല്ല, ഇത് മോഡറേറ്റ് ആണ്. കാരണം എന്താ? പെർമനന്റിന് ലോങ് ടേം കൊണ്ടും ഷോർട്ട് ടേമിന് ഫ്ലക്ച്വേറ്റിംഗ് കൊണ്ടും ഇത് മോഡറേറ്റ് അല്ലേ? മാച്ച് ആവുന്നത്. സോ ആൻസർ ഇസ് യൂസിങ്
ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ടു ഫണ്ട് കറണ്ട് അസറ്റ്സിന്റെ മാക്സിമം നമ്മൾ മുഴുവൻ തന്നെയാണ് ഉദ്ദേശിച്ചത് ഏതിനെടുക്കുന്നു, ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എടുക്കുന്നു. അതാണ് കൺസർവേറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് പോളിസി. ഫൈൻ. Yes. പറഞ്ഞ എത്ര തിയറി എത്ര ന്യൂമറിക്കൽ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനില് 5 എത്ര ആ ട്രാക്ക് വെച്ചോ. 4 theory. 4 തിയറി ക്വസ്റ്റ്യൻ ആയി 4:1. ശരി, ഇതില് ഇസ്ലാമിക് ഫിനാൻസിന്റെ മാച്ച് ചെയ്യാം. ഇസ്ലാമിക് ഫിനാൻസിന്റെ സാറേ ചോദിക്കൂ. ഈ റീഫിനാൻസിങ് റിസ്ക് ഫൈനാൻസിങ് പോളിസിയിലുണ്ടല്ലോ. ആ പക്ഷെ എന്താണ് നമുക്ക് ഈ ലോൺ ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതൽ ഷോർട്ട് ടേമിലാണല്ലോ, ലോങ് ടേമിനെക്കാട്ടിയും കൂടുതൽ. പക്ഷെ ലെൻഡേഴ്സ് കൂടുതൽ കൊടുക്കാൻ പ്രിഫർ ചെയ്യുന്നത് ഷോർട്ട് ടേമിലായിരിക്കും. അങ്ങനെയില്ല, നമുക്ക് സെക്യൂരിറ്റി കൊടുക്കാണ്ടെങ്കിൽ ലോങ് ടേം അസറ്റ്സ് കിട്ടില്ലേ? സെക്യൂരിറ്റി കൊടുക്കാണ്ടെങ്കിൽ ലോങ് ടേം കിട്ടും, ഷോർട്ട് ടേം അല്ല, കിട്ടും. ഇവിടെ ഈ സെഗ്മെന്റേഷൻ തിയറി ടോപ്പിക് സംസാരിക്കുക അവൈലബിലിറ്റിയുടെ പ്രശ്നമേ പറയുന്നില്ല. അല്ല, ഈ സെഗ്മെന്റേഷൻ തിയറി അനുസരിച്ച് പറയുന്നത് വെച്ചാൽ ഷോർട്ട് ടേമിലായിരിക്കും എന്താണ് ലോൺസ് കൊടുക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടാവുക. ആൾക്കാർ തയ്യാറായിട്ടുണ്ടാവുക. അതെ, അപ്പൊ ഈ റീഫൈനാൻസിങ് റിസ്ക് അവിടെ കുറവായിരിക്കില്ലേ? കുറെ ആൾക്കാരുണ്ടാവും പെട്ടെന്ന്. ഒരു തവണ ലോൺ എടുത്തിട്ട് എത്ര പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ലോൺ പുതുക്കണം എന്നുള്ളതാ. ലോൺ കിട്ടുമോ കിട്ടൂലോ എന്നല്ല, എത്ര കാലം കൂടുമ്പോൾ പുതുക്കണം എന്നുള്ളതാ. ലോങ് ടേം എടുത്താൽ കുറെ കാലം കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി. ഷോർട്ട് ടേം എടുത്താൽ വർഷാവർഷം പുതുക്കേണ്ടി വരില്ലേ? അതല്ലേ റീഫിനാൻസിങ് റിസ്ക്. ഈ ലോൺ കിട്ടാണ്ട് നിൽക്കുന്ന റിസ്ക് അല്ല, പുതുക്കുമ്പോ നമുക്ക് വരുന്ന ഇഷ്യൂ കോസ്റ്റ്, അതിനുള്ള സമയം, ഇതൊക്കെയാണ് ആ റിസ്ക് ആയിട്ട് നമുക്ക് കണക്കാക്കുന്നത്. ചിലപ്പോൾ കിട്ടാതെ ഇരിക്കാം, അതും അതിന്റെ പാട്ടാണ്. ഓക്കെ ഓക്കെ. ശരി, ഇസ്ലാമിക് ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എങ്ങനെ എന്തിനു പറഞ്ഞോ? ഇല്ല, ഇത് മുന്നോട്ട് പോകുന്നു. മാച്ച് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഫിനാൻസിംഗ് മെത്തേഡ്സ് ഇക്വലന്റ് ഇസ്ലാമിക് ഫിനാൻസ്. ട്രഡീഷണലും ഇസ്ലാമിക് മാച്ച് ചെയ്യാൻ മുഷാറക്, ഞാൻ ഓരോന്ന് പറയാം. മുറാബഹ എന്താണ്, നമ്മള് സ്റ്റോക്ക് ഒക്കെ എടുക്കാൻ വേണ്ടി, വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി ബാങ്ക് വഴി എടുക്കുന്ന ഒരു ട്രേഡ് ക്രെഡിറ്റ് ആണത്. മുറാബ ഇസ് ആക്ച്വലി ട്രേഡ് ക്രെഡിറ്റ്. മുഷാറക്കയിൽ രണ്ടും അതിനകത്ത് മുഷാരി, അതായത് ടൈമും ഉണ്ട്, പൈസ ഉണ്ട്. പൈസ മാത്രം തരുന്ന ആളല്ല, ഒരാൾ പൈസ കൊണ്ടുവരുന്നു, മറ്റൊരാൾ മാനേജ് ചെയ്യുന്നു, ആ പരിപാടിയല്ല. സോ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ആണ് മുഷാറക്ക. മുദാറബ മീൻസ് മുദാരിബുകൾ ബിസിനസ് റൺ ചെയ്യും, അതുകൊണ്ട് പൈസ ഇറക്കുന്നത് ആരായിരിക്കും? റബ്ബുൽ മാൽ. സോ ഇത് ഏതൊരു ഫിനാൻസ് ആണ്? Equity. ഫിനാൻസ്. ഡെപ്റ്റ് ഇസ് വളരെ ഈസി, സുക്കൂക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഏത് സിറ്റുവേഷനിലാണ് നിലവിലെ വാക്ക്, എക്സിസ്റ്റിംഗ് വാക്ക് നമുക്ക് പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്? അസ്യൂം നമ്മുടെ കറണ്ട് വാക്ക്, എക്സിസ്റ്റിംഗ് വാക്ക്, കറണ്ട് വാക്ക് 10 ഉണ്ട്. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എപ്പോഴാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു പ്രോജക്റ്റാ. ആ കുഞ്ഞു പ്രോജക്റ്റിന് വേറെ എന്ത് ചെയ്യണ്ട, പുതിയ വാക്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? നിലവിലെ ഇതെന്നെ എടുത്താൽ പോരെ, നിലവിലെ വാക്ക് തന്നെ എടുത്താൽ പോരെ. സോ ഇതല്ല സിറ്റുവേഷൻ. അടുത്തത്, പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ബിസിനസ് ഏരിയയിലാണ്. അപ്പൊ ഇവിടെ ഒരു സാധനം മാറൂടാ. ഏത് റിസ്ക് മാറും? ബിസിനസ് റിസ്ക് മാറും. ബിസിനസ് റിസ്ക് മാറുകയോ ഫിനാൻഷ്യൽ റിസ്ക് മാറുകയോ, അതല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ വലിയ പ്രൊജക്ടുകളൊക്കെ ചെയ്യുമ്പോഴാണ് പഴയ വാക്ക് എടുക്കല്ലേ, പുതിയ വാക്ക് റിസ്കിനനുസരിച്ചുള്ള റിസ്ക് അഡ്ജസ്റ്റഡ് കെയും പ്രോജക്ട് സ്പെസിഫിക് കെ കണ്ടെത്തി റിസ്ക് അഡ്ജസ്റ്റഡ് വാക്ക് കണ്ടെത്താൻ പറയുന്നത്. സോ ബേസിക്കലി ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സിറ്റുവേഷനിൽ എക്സിസ്റ്റിംഗ് വാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത സിറ്റുവേഷനിൽ പറയുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നില്ല, സോ നോ ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ റിസ്ക്. അടുത്ത ഓപ്പറേഷണൽ റിസ്കിൽ മാറ്റമില്ല, ദാറ്റ് മീൻസ് നോ ചേഞ്ച് ഇൻ ബിസിനസ് റിസ്ക് ഓൾസോ. സോ ആദ്യത്തതും 3ഉം 4ഉം സിറ്റുവേഷനിൽ റിസ്കുകൾ മാറുന്നില്ല, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പ്രോജക്റ്റ് ആണ്. അതിന്റെ പേരിൽ പുതിയ വാക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. എപ്പോഴെങ്കിലും റിസ്കോ സൈസ് കമ്പാരിറ്റീവ്ലി വലുതൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസ്ക് മാറുകയോ സൈസ് കുറച്ചൊരു കമ്പാരിറ്റീവ്ലി വലുതാകുമ്പോഴാണ് നമ്മൾ പുതിയ റിസ്കിനനുസരിച്ചിട്ടുള്ള പ്രൊജക്ടിനനുസരിച്ചുള്ള കെയും വാക്കൊക്കെ കണ്ടെത്തേണ്ടത്. സോ സെക്കൻഡ് വൺ ഇസ് റൈറ്റ്. ഓക്കെ ഓക്കെ എടാ, തിയറിയുടെ റേഷ്യോ ഇപ്പൊ എത്രയാ? തിയറി 7ൽ എത്ര ചോദിച്ചു?
6. 6:1. Next one. Which of the following scenario would evidence semi-strong? ഇത് ബിസിനസ് വാല്യുവേഷനിലെ എഫിഷ്യന്റ് മാർക്കറ്റ് എഫിഷ്യൻസിയിലെ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് റിലേറ്റഡുള്ള തിയറിയാണ്. സെമി സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ റിഫ്ലക്ട് ആയിട്ടുണ്ടാവും? ഏതൊക്കെ റിഫ്ലക്ട് ആയിട്ടുണ്ടാവും? ഏതൊക്കെ ഇൻഫർമേഷൻ? പാസ്റ്റും പാസ്റ്റ് ഉണ്ടാവും, ജസ്റ്റ് പബ്ലിക്കലി ഇൻഫർമേഷൻ ഉണ്ടാവും. സോ പാസ്റ്റ് മാത്രം എന്ന് പറയുന്നത് അല്ല, എല്ലാ ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് പ്രൈവറ്റ് അല്ല. വൈ പ്രൈവറ്റ് കൂടി ഇൻക്ലൂഡ് ആയാൽ അത് ഏതായി? Strong. ഓക്കെ, ഇൻക്ലൂഡിങ് പ്രൈവറ്റ് ഇൻഫർമേഷൻ, സീക്രട്ട് ഇൻഫർമേഷനോട് ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നു. അതുണ്ടാവോ? ഇല്ല, അത് സ്ട്രോങ്ങിലാണ്. അപ്പൊ ഇതാണ് ആൻസർ. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവെസ്റ്റേഴ്സിന് കനോട്ട്, പറ്റത്തില്ല കൺസിസ്റ്റന്റ്ലി അച്ചീവ് എബവ് മാർക്കറ്റ്, ഒരു അബ്നോർമൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. എന്ത് മാത്രം ഉപയോഗിച്ചു? പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ. കാരണം സെമി സ്ട്രോങ്ങിൽ ഈ ഇൻഫർമേഷൻ എല്ലാവരും ഉണ്ടോ ഇല്ലയോ? പറഞ്ഞ ഉണ്ടോ ഇല്ലയോ? എടാ, സെമി സ്ട്രോങ് ആകുമ്പോ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് മാത്രമാണോ? എല്ലാ യൂസേഴ്സിന്റെ അടുത്ത് ഉണ്ടാവില്ലേ? സോ ആ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട്, ബൈ അനലൈസിങ് പബ്ലിക് ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും കൺസിസ്റ്റന്റ്ലി മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് റൈറ്റ് അല്ലേ? ഇവിടെ എന്താണ്, മാർക്കറ്റിനെക്കാട്ടി നിങ്ങൾക്ക് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോസ്റ്റ് കൺട്രീസിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കും. ഏത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ? പ്രൈവറ്റ് ഇൻഫർമേഷൻ അഥവാ ഇൻസൈഡർ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ. ഇപ്പൊ വെരി ലേറ്റസ്റ്റഡ് ആയിട്ട് ഈ ലൈവിനെ റെക്കോർഡ് ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പം നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് 100% അങ്ങനെയാണെന്നല്ല, ബട്ട് എല്ലാവരും റൂമർ പറയുന്നുണ്ട്. Dream11 എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Dream11 എന്ന് പറയുന്നത് റിയൽ ക്യാഷ് വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു ഗാംബ്ലിംഗ് ഗെയിം ആണ്. ആക്ച്വലി അത് ഗാംബ്ലിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, ബട്ട് അതിന്റെ പ്രത്യേക നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പ്രത്യേക നിയമം വന്നു. എന്ത് നിയമം? റിയൽ ക്യാഷ് വെച്ചുള്ള ഗെയിമുകളൊക്കെ നിർത്തണം. കാരണം അതിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടി, ഒരുപാട് പേര് കുടുങ്ങാറുണ്ട്, ലോണിന്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. സോ അത് നിർത്തലാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയമം ഇറക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ ഇതിന്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്ററായ, നമ്മുടെ ഫേമസ് ഇൻവെസ്റ്ററായ ജുൻജുൻവാലയുടെ മകൾ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, ജുൻജുൻവാലയുടെ മകളുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? 300 കോടിയോളം രൂപ വരുന്ന 300 ആണെന്നാണ്, 200 എക്സാക്ട്ലി എത്രയോ CR 300 കോടിയോളം രൂപ വരുന്ന ഷെയർസ് ഈ നിയമം വരുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാർക്കറ്റിൽ വേഗം വിറ്റൊഴിവാക്കി. അവരായിരുന്നു കുറെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല നമ്പർ ഓഫ് പെർസെന്റേജ് ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരുന്നു അവര്. സോ എല്ലാവരോടും ക്വസ്റ്റ്യൻ ഉയർത്തി, ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന്. ഗവൺമെന്റ് ഒരു നിയമം പെട്ടെന്ന് പുറത്തു പറയുകയാണോ ചെയ്യോ, അല്ലെങ്കിൽ അതിന് കുറെ പ്രോസസ് ഉണ്ടാവില്ലേ? ഒരു നിയമമാകുമ്പോ നടക്കുന്ന സമയത്ത് തന്നെ ആരൊക്കെയോ അതിന്റെ അകത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു നിയമം വരാൻ ചാൻസ് ഉണ്ട്, അതിന്റെ നിയമം വന്നു കഴിഞ്ഞാൽ Dream11 നിർത്തേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ അതിന് ഷെയറിന്റെ, ഒരു കമ്പനി പെട്ടെന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഷെയറിന് വാല്യൂ ഉണ്ടാവോ? ഇല്ല. അതിന്റെ വാല്യൂ ഇടിയും. ഈ ഒരു ഇൻഫർമേഷൻ ജുൻജുൻവാലയ്ക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്, അവരുടെ മകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അവരെന്ത്, അതിന്റെ പേരിലാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും ഷെയർസ് വിറ്റ് ഒഴിവാക്കിയത് എന്ന റൂമർ. ഇത് 100% ഉറപ്പാന്ന് ഞാൻ പറഞ്ഞില്ല, ബട്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഒരു 1 വീക്കിന്റെ ഇടയിൽ ഇത്രയും വലിയ വാല്യൂലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ അയാൾക്ക് ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ബട്ട് അവരെല്ലാവരുടെയും ബിലീഫിൽ വ്യത്യാസം ഉണ്ടാവില്ല. മാർക്കറ്റിലും അങ്ങനെയാണ് ബിലീഫ് ഉള്ളത്. സോ ആ ഇൻസൈഡർ ഇൻഫർമേഷൻ നമുക്കുണ്ടെങ്കിൽ, ഇതുകൊണ്ടാ പറഞ്ഞ പ്രാക്ടിക്കലി ഏത് വരെ മാർക്കറ്റ് പോകത്തുള്ളൂ, സ്ട്രോങ് പോകത്തില്ല. ഏത് വരെ പോവുള്ളൂ? സെമി സ്ട്രോങ് വരെ പോകത്തുള്ളൂ. കാരണം ഇൻസൈഡർ ഇൻഫർമേഷൻ പബ്ലിക്കിലോട്ട് എത്തിക്കുന്ന പരിപാടി ഇല്ല, സെമി സ്ട്രോങ് വരെ ഉണ്ടാകത്തുള്ളൂ. ഇൻസൈഡർ ഇൻഫർമേഷൻ ഇല്ലീഗൽ ആണ്. അങ്ങനെ ഇല്ലീഗൽ ആയിരിക്കുന്ന സമയത്ത് ആ ഇല്ലീഗൽ ആയിട്ടുള്ള ഐറ്റം കടത്തുമ്പോഴാണ് കുറെ അബ്നോർമൽ ഗെയിമിനൊക്കെ കിട്ടാൻ ചാൻസ്. സോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ, സെമി സ്ട്രോങ് മാർക്കറ്റില് ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല പബ്ലിക് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് എന്നുള്ളതാണ് റൈറ്റ്. ഇസ് ഓക്കെ?
Yes. Yes, sir. ശരി. ഇപ്പൊ എത്ര റേഷ്യോ എത്രയാടാ? തിയറി 7 അല്ലേ? 7:1. 9th ന്യൂമറിക്കൽ ആണ് EAC കണ്ടെത്താൻ. അത് EAC ഏതിന്റെ 2-year റീപ്ലേസ്മെന്റ് സൈക്കിളിന്റെ. എന്താ EAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? അപ്പൊ നമ്മൾ 2 പീരീഡിന്റെ ആണ് എടുക്കേണ്ടത്. 2 പീരീഡിന്റെ ആണ് എടുക്കേണ്ടത്. ഏതൊക്കെ പീരീഡിന്റെ? T0, T1, T2 വരെയുള്ളത് നമുക്ക് എടുക്കേണ്ടത്. T0 എത്ര പൈസ ഇറങ്ങൂടാ? T0 ഇനീഷ്യൽ കോസ്റ്റ് എത്രയാ? അസറ്റ് മെഡിക്കൽ ഇനീഷ്യൽ കോസ്റ്റ് 25,000 ഔട്ട്ഫ്ലോ. T1 മെയിൻ്റനൻസ് കോസ്റ്റ് 5,000. T2 മെയിൻ്റനൻസ് 6,500 ഉണ്ടെങ്കിലും പ്ലസ് 2 year റീപ്ലേസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിൽ അതിനെ വിൽക്കല്ലോ. വിറ്റാ കിട്ടുന്ന വാല്യൂ ആണ് കച്ചവടം ചെയ്തുള്ള വാല്യൂ. ട്രേഡ് ഇൻ വാല്യൂ, റെസിജ്വൽ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ എന്ന പേരിലൊക്കെ കിടക്കും. അത് ഫസ്റ്റ് ഇയറിലാണ് വിൽക്കുന്നതിൽ 16 കിട്ടും. സെക്കൻഡ് ഇയറിലാണ് വിൽക്കുന്നതെങ്കിൽ 12 കിട്ടുള്ളൂ. നമ്മൾ സെക്കൻഡ് ഇയറിന്റെ അല്ലേ കണ്ടെത്തുന്നുണ്ട്. സോ ഇവിടെ 12,000 കൂടി എടുക്കും. എന്നാൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 1 ഇവിടെ 0.909, ഇവിടെ 0.826. സോ പ്രസന്റ് വാല്യൂ ക്യാഷ് ഫ്ലോ ഇൻറ്റു ഫാക്ടർ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ ടോട്ടൽ കിട്ടും. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. ഇതെന്തായാലും നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. കോസ്റ്റുകൾ എന്തായാലും നെഗറ്റീവ് അല്ലേ? ടോട്ടൽ പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ഈക്വൽ ടു ഇതിനെല്ലാത്തിനും ടോട്ടൽ എടുക്കുന്നു, സം എടുക്കുന്നു. ഞാൻ വീണ്ടും ഓർപ്പെടുന്നത് നിങ്ങൾ കാൽക്കുലേറ്ററിലാണ് ചെയ്യേണ്ടത്. ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്നതാ എക്സൽ ഫയൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ശരി, ഇതല്ല EAC എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1.736 annuity factor at the rate of 10% for 2 period. It is 1.736. So EAC വരുന്നത് total present value of cost divided by annuity factor. So 14,402 ആണ് നമ്മുടെ EAC. 14,402. എങ്ങനെ ആൻസർ എഴുതാൻ പറഞ്ഞത്? ടു ദ നിയറസ്റ്റ് ഡോളർ എൻ്റർ എ പോസിറ്റീവ് എമൗണ്ട് ആണ് എഴുതേണ്ടത്. സോ നിയറസ്റ്റ് ഡോളർ എന്ന് പറഞ്ഞാൽ 402, 14402. പോസിറ്റീവ്, നെഗറ്റീവിലോട്ട് ആക്കേണ്ട ആവശ്യമില്ല. ഡോളർ സൈൻ പുറത്തുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എടാ നമ്മളിവിടെ പഠിക്കുമല്ലോ, വേഗം കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് പോകില്ലേ? പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ സമയം എടുത്ത് പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കുറെ ക്വസ്റ്റ്യൻ ചെയ്തു, ഒരുപാട് ഡേയ്സ് നമ്മൾ ലൈവ് ചെയ്തു. എന്നിട്ടാണ് ഈ മാരത്തോൺ പ്രാക്ടീസിലോട്ട് വരുന്നത്. എന്നാൽ അടുത്തത് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഗിയറിംഗ്. എടാ എപ്പോഴെങ്കിലും ഒരു ഡേറ്റ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു ഫോർമുല ഉണ്ടെങ്കിൽ ആദ്യം ആ ഫോർമുല എഴുതി വെക്കുക. ഫോർമുല എഴുതി വെച്ചാലേ ഞാൻ ഇനി എന്ത് കണ്ടെത്തണം നമ്മുടെ തലയിൽ വരത്തുള്ളൂ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഓപ്പറേഷണൽ ഗിയറിംഗിന്റെ ഫോർമുല പഠിച്ചാൽ പറഞ്ഞേ. എന്താ ഫോർമുല? Contribution divided by PBIT. കോൺട്രിബ്യൂഷൻ അറിയണം, ഡിവൈഡ് ബൈ എന്തറിയണം? PBIT അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഇത്ര അറിയണം. സോ വേരിയബിൾ കോസ്റ്റ് 60 ആണ്, സെല്ലിംഗ് പ്രൈസ് 100 ആണ്. സോ കോൺട്രിബ്യൂഷൻ എത്ര ആയിരിക്കണം? സെല്ലിംഗ് പ്രൈസിന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാലല്ലേ? കോൺട്രിബ്യൂഷൻ 40, 100 - 60. ഇനി പ്രോഫിറ്റ് മാർജിൻ അറിയണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 15%. ഇതെങ്ങനെയാണ് കിട്ടാറ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PBIT ഡിവൈഡ് ബൈ സെയിൽസ് ആണ് 15%. അങ്ങനെയെങ്കിൽ ഈ സെയിൽസിന്റെ എമൗണ്ട് നമുക്ക് 100 അറിയാം. സെയിൽസിന്റെ എമൗണ്ട് 100 ആണ്. സോ PBIT എങ്ങനെ കിട്ടും? നേരത്തെ നമ്മള് മറ്റേ DPS ഡിവിഡൻഡ് ഈൽഡ് ഉപയോഗിച്ച് ഷെയർ പ്രൈസ് കണ്ടെത്തിയ പോലെ, അങ്ങനെ ഡിവിഡൻഡ് കണ്ടെത്തിയ പോലെ PBIT എങ്ങനെയായിരിക്കും വരിക? ഈ സെയിൽസ് ഇൻറ്റു എത്ര പെർസെന്റേജ്? 15%. സോ സെയിൽസിന്റെ 15%. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷണൽ ഗിയറിംഗ് is equal to 40 divided by 15, 2.67 times.
up to 2 decimals. So 2.6 ആണെന്ന് എഴുതിയാൽ മതി. 2.66666667 എന്നല്ലേ, സോ 2.67 it is. ശരി, ഇപ്പൊ നമ്മൾ ചെയ്ത റേഷ്യോ നോക്കുവാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ അല്ലേ 10 7:3. 10 3 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ഉള്ളൂ, ബാക്കിയെല്ലാം തിയറിയാണ്. ബട്ട് മാനേജബിൾ തിയറി അല്ലേ? ഓക്കെയാണോ? സാർ എന്തായിരുന്നടാ? കേട്ടില്ല. 3.6 ആണല്ലോ. എത്ര? 3.6. 6 എഴുതിയാലും ആൻസർ തെറ്റൂലോ? 3.66 എഴുതിയാലും കുഴപ്പമില്ല. 6 എടുത്താലും 6 എടുത്താലും തരും. പക്ഷെ റൗണ്ട് ഓഫ് കറക്റ്റ് 3.66 എഴുതിയാലും ആൻസർ 6-7 അല്ലേ റൗണ്ടഡ്? കുഴപ്പമില്ല, തരും, മാർക്ക് തരും. 6 എഴുതിയാലും മാർക്ക് തരും. എടാ, ഇവര് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തില്ല. കുറെ 2 ആൻസർ അല്ലേ ഇവിടെ എഴുതാൻ ചാൻസ് ഉള്ളൂ. 2.66 ചിലർ കുട്ടി എഴുതും, ചില കുട്ടികൾ 2.6 ആണ്. ഇത് രണ്ടും അവരുടെ ആക്സെപ്റ്റബിൾ ആൻസറിൽ ഉണ്ടാവും. ഓക്കെ. ഓക്കെ സാർ. എന്നാൽ ആദ്യത്തെ 10 നിങ്ങൾക്ക് എത്ര റൈറ്റ് ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ, എത്ര റൈറ്റ് ഉണ്ടെന്ന്. ഔട്ട് ഓഫ് 10 എത്ര റൈറ്റ് കിട്ടി പ്രാക്ടീസ് ചെയ്തവര്? കുറെ പേര് പ്രാക്ടീസും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും. മിനിമം ഒരു 6-7 നമ്മൾ പിടിക്കണം. 6-7 5 കറക്റ്റ് മാർജിൻ അല്ല. 10 5 കറക്റ്റ് മാർജിൻ അല്ല, പാസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 6-7 എങ്കിലും നമുക്ക് കിട്ടണം. 8-7-7-7-8 5 ആണ് ഒരാൾക്ക്. ബാക്കിയുള്ളവർക്ക് 8-7. ഗുഡ്. എന്ന സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇവിടെ ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് റെസിജ്വൽ വാല്യൂ കൺസിഡർ ചെയ്തതെന്ന്. എടാ, എപ്പോഴും നമ്മൾ ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് റീപ്ലേസ് ചെയ്യുന്നത്? 2 years അല്ലേ? 9th ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചത് 2 years റീപ്ലേസ് ചെയ്യും. സോ സെക്കൻഡ് ഇയറിൽ എന്തൊക്കെയോ ഒരു ലാസ്റ്റ് ഇയറിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഇയറിലെ മെയിൻ്റെനൻസ് കോസ്റ്റും വരും. അതിന് പുറമെ രണ്ടാമത്തെ വർഷം റീപ്ലേസ് ചെയ്യില്ലേ? റീപ്ലേസിംഗ് മീൻസ് അതിന് വിറ്റിട്ടല്ലേ മറ്റൊരെണ്ണം മേടിക്കുക. അപ്പൊ വിൽക്കുമ്പോൾ അതിന് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. കാരണം ക്വസ്റ്റ്യനിൽ 2 year റീപ്ലേസ് സൈക്കിൾ ആണ് ചോദിച്ചത്. ഇത് 3 year ആയിരുന്നെങ്കിൽ തേർഡ് ഇയറിലെ ഇയറിലായിരിക്കും ഇത് വരാം. തേർഡ് ഇയറിലെ മെയിൻ്റെനൻസും തേർഡ് ഇയറിലെ സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, ശരി. സോ ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. അടുത്ത 10 ക്വസ്റ്റ്യൻ. Yes. സോ ഇപ്പൊ നിങ്ങൾ ചെയ്ത 10 സെക്ഷൻ എയിലെ 10 ആണ്. അടുത്തത് സെക്ഷൻ എയില് 5 ഉണ്ടോ? 15 വരെയും. അപ്പൊ അതോടുകൂടി സെക്ഷൻ എ കംപ്ലീറ്റ് ആവും. പിന്നെ സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ 20 വരെ നിങ്ങൾ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം 20 വരെ. ഓക്കെ. ശരിക്കും എക്സാമിന് കിട്ടുന്ന സമയം എത്രയുടെ 10 ക്വസ്റ്റ്യൻ 20 മാർക്കിന് 1.8 അടിച്ച 36 മിനിറ്റ് ടൈം ഉള്ളത്. ആ ടൈം ഞാൻ ഇവിടെ വെക്കാം. 36 മിനിറ്റ് തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്യൂ. കംപ്ലീറ്റ് ആയവർക്ക് ഡൺ പറയാം. അതല്ലേ നല്ലത്? ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നല്ലേ നല്ലത്. അല്ലാതെ എന്റെ മാത്രം ആൻസർ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും ഇംപ്രൂവ് ചെയ്യത്തില്ല. ഓക്കെയാണോ? Yes, sir. Okay, sir. Sir, പറഞ്ഞേ. ഗ്രൂപ്പില് പോക്കറ്റ് നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യൂ. ചെയ്യാം. ഓക്കെ സർ. ശരി. സോ 36 minutes you got. Practice. I'll wait. സാർ എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ചെയ്യാൻ വേണ്ടി നമ്മൾ 10 ക്വസ്റ്റ്യൻ വരെ ചെയ്തടാ. ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ഇത് ആദ്യം ഞാൻ ടൈം കൊടുത്ത് അവർ പ്രാക്ടീസ് ചെയ്തായിരുന്നു. എന്തിനാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തേ ഡിസ്കഷൻ. ഇനി 11 തൊട്ട് 20 വരെയുള്ള അടുത്ത 10 ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ട്രൈ. ഒറ്റയ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ ഇംപ്രൂവ് ആകത്തുള്ളൂ. സോ പ്ലീസ് ഡു ദാറ്റ്. നമ്മുടെ റെക്കോർഡിങ്ങിന്റെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ബട്ട് റെക്കോർഡിങ്സ് വാച്ച് ചെയ്യുന്നത്, ലൈവ് അല്ല, റെക്കോർഡിങ്സ് വാച്ച് ചെയ്യുന്നത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജൂൺ 2024 ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വർഷങ്ങളോടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. മാക്സിമം നിങ്ങൾക്ക് ഈ വർഷം ഇപ്പൊ സെപ്റ്റംബർ 2025 നടക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് മാത്രം നിങ്ങൾക്ക് CBയിൽ അവൈലബിൾ ആത്താവും. ബട്ട് വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഉള്ള സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചെയ്യിക്കും. So please properly attend it. I'll wait. Your time already started. Time 30 seconds more. Yes, sir. Only 5 students completed. Others complete ആയില്ലേ? Complete ആയവർ done പറഞ്ഞേ. അത്യാവശ്യം ഇഷ്ടം പോലെ സമയമുണ്ട്.
ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ നല്ല നല്ല സമയമുണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ടൈം വെച്ചിട്ട് എക്സിറ്റ് ആയിട്ട് തിരിച്ചു വരുന്നവരുണ്ടോ? ടൈം എക്സാമിന് എപ്പോഴും ടൈം വാച്ച് ചെയ്തിട്ട് വേണം, ടൈം കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓരോ സെഷൻ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര മാർക്സ് ഉണ്ട്, അതിന്റെ സമയം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു സെഷന്റെ സമയം അടുത്ത സെഷനിലോട്ട് പോകരുത് കേട്ടോ. ശരി, ഇവിടെ ചോദിച്ചത് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്താൻ. മാർക്കറ്റ് പ്രൈസ് ഷെയറിന്റെ പ്രൈസ് കണ്ടെത്താൻ ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഷെയറിന്റെ പ്രൈസ് കണ്ടെത്തുന്നത് ബിസിനസ് വാല്യൂഷൻ ടോപ്പിക് ആണ്. അതിൽ തന്നെ കുറെ മെത്തേഡ് ഉണ്ട്, പി റേഷ്യോ മെത്തേഡ് ഉണ്ട്. ഇവിടെ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ ആണ് വിചാരിക്കുന്നത്. 20x0 ഡിവിഡൻഡ് കൊടുത്ത് 30 cents ആണ്. 20x3 ആയപ്പോൾ 35 cents കൊടുത്തു. ഇതിലുള്ള ഗ്രോത്ത് തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. KE11 ആണെന്നും ഗ്രോത്ത് 1 decimal point ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാൻ. ശരി, അപ്പൊ ഗ്രോത്ത് കണ്ടെത്താൻ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തി, ഞാൻ എക്സൽ ആണ് ചെയ്യുന്നത്. നിങ്ങൾ പെൻ ആൻഡ് പേപ്പറിൽ കാൽക്കുലേറ്റർ തന്നെ ആയിരിക്കണം. ഗ്രോത്ത് കണ്ടെത്താൻ ന്യൂ ഡിവിഡൻഡ് ഉള്ളതിൽ ഏറ്റവും ന്യൂ ഡിവിഡൻഡ് 35 cents, സോ 0.35 ഡിവൈഡഡ് ബൈ തന്നതിൽ ഏറ്റവും ഓൾഡ് 20x0 ആണ്. സോ ഇവിടെ എത്ര ഡേറ്റ ഉണ്ട് അവിടെ? x0, x1, x2, x3 എത്ര ഡേറ്റ ഉണ്ട്? 4 ഡേറ്റ ഉണ്ട് അല്ലെ ടോട്ടൽ. സോ ന്യൂ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഓൾഡ് ഡിവിഡൻഡ് പവർ ഓഫ് 1 by നമ്പർ ഓഫ് ലീപ്സ് എടുക്കണ്ട്. 4 ഡേറ്റ ഉണ്ടെങ്കിൽ എത്ര ലീപ്പ് വരുമോ? 4 ഡേറ്റ ഉണ്ടെങ്കിൽ 3 ലീപ്സ്. ഓൾ മൈനസ് 1. ഈ ഫോർമുല പഠിക്കണം. 0.05 1 decimal ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാനല്ലേ പറഞ്ഞേ? 5.2%. ഇതിന് 1 decimal ആക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 5.3%. 5.3. ഗ്രോത്ത് G കിട്ടി. G 0.053. Then KE എത്രയാടാ? 11%, 0.11. And D0 ഏറ്റവും ലേറ്റസ്റ്റ് ഡിവിഡൻഡ് 0.35. എന്തായിരുന്നു ഫോർമുല ഇത് കണ്ടുപിടിക്കാനുള്ള? ഷെയർ പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നടാ? ഓർമ്മയുള്ളവർ പറഞ്ഞേ. D0 into 1 plus G divided by KE minus G. Okay, correct. So NPS അഥവാ P0 is equal to D0 into 1 plus G divided by KE minus G brackets. So NPS അഥവാ P0 is equal to D0 into 1 plus G divided by KE minus G. So 6.4 something ആണ് ഷെയർ പ്രൈസ് വരുന്നത്. 6.47. ഓക്കെ അല്ലേ? പ്രത്യേകിച്ച് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. മുന്നോട്ട് പോവാം. Yes, sir. നെക്സ്റ്റ് നമുക്ക് മാക്സിമം NPV അഥവാ ഒപ്റ്റിമൽ NPV. ഇപ്പൊ റേഷ്യോ നോക്കണം, പറയാൻ വിട്ടുപോയി. നേരത്തെ എത്രയായിരുന്നു? 7:3 അല്ലായിരുന്നോ? അല്ലെ? ഇപ്പൊ 7:4 ആയില്ല. ഐ മീൻ റേഷ്യോ മീൻസ് എത്ര ന്യൂമറിക്കൽ എത്ര തിയറി നോക്കാൻ. 7 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും തിയറി ക്വസ്റ്റ്യനും 4 ന്യൂമറിക്കലും ആണ്. ഇത് അഗെയിൻ ന്യൂമറിക്കൽ. വാട്ട് വുഡ് ബി ദ മാക്സിമം NPV? ഒപ്റ്റിമൽ NPV കിട്ടും. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കാശ് 550 ഉള്ളൂ എങ്കിൽ. ശരി, എടാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊജക്ട്സുകളൊക്കെ എന്താണ് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ട്സ് ഡിവിസിബിൾ ആണെങ്കിൽ ഫണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഏതിന്റെ ബേസിലാണ് ഡിസിഷൻ എടുക്കേണ്ടത്? ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ് പ്രൊജക്ട് ഡിവിസിബിൾ ആണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എങ്ങനെ കിട്ടുക? PI എങ്ങനെ കിട്ടും? NPV divided by investment. ABNQ. MNQ ഇതാ പ്രോജക്റ്റുള്ള പേര്. ABMNQ. ഏടത് വരുന്നത് 6,500 divided by 6,500 divided by 250,000. ബിയുടേത് വരുന്നത് 6,000 divided by 160,000. എമ്മിൻ്റെത് വരുന്നത് 3,500 divided by 175,000. എന്നിൻ്റെത് എടുക്കണ്ട. വൈ? Negative NPV. നെഗറ്റീവ് നമ്മൾ റിജക്ട് ആണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. റിജക്ട് ചെയ്യുന്നു. ദിസ് ഇസ് നെഗറ്റീവ്, സോ വിൽ റിജക്ട്. ക്യൂവിൻ്റെത് എത്രയാണ്? 1575 divided by
108,000. സോ ഇതിൽ റാങ്കിങ് ചെയ്തു, പി ഐയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് ഏതാടാ? ഏറ്റവും ബെസ്റ്റ് ഏതാ എടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ഉള്ളതല്ലേ, പി ഐ കൂടുകയാണ് നമുക്ക് വേണ്ടത്. എം അല്ലേ ഫസ്റ്റ് അല്ലേ? ദെൻ ബി, ദെൻ എ ആയിരുന്നു എടുക്കേണ്ടത്. ബട്ട് എയും ബിയും എന്താണ്? എയും ബിയും എന്താ? Mutually exclusive. മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം. സോ ഏറ്റവും ഫസ്റ്റ് ഏത് വന്നു കഴിഞ്ഞു? ബി വന്നു കഴിഞ്ഞില്ലേ? അപ്പൊ ആരും എടുക്കണ്ട, എ ചെയ്യണ്ട. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് മീൻസ് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ആരാണോ പി ഐ ആദ്യം വരുന്നത് അവരെ ചെയ്യുക, അടുത്ത ആളെ ചെയ്യേ വേണ്ട. അങ്ങനെയാണ് തേർഡ് ക്യൂനാണ്. സോ ഇതാ നമ്മൾ ചെയ്യേണ്ട ഓർഡർ. സോ ആദ്യം നമ്മൾ എം ചെയ്യുന്നു. എമ്മിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം? എമ്മിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം? 175,000. 175,000. മാക്സിമം നമ്മുടെ അടുത്ത് എത്രയുള്ളടാ ടോട്ടൽ? ടോട്ടൽ എത്രയുള്ളൂ? 550,000. 550,000. ഇത് ചെയ്യാനുള്ള ഉണ്ടോ ഇല്ലയോ? എം മുഴുവനായിട്ട് ചെയ്യാനുള്ള പൈസ ഉണ്ടോ ഇല്ലയോ? 550 into 175 മതി. അപ്പൊ എത്ര ചെയ്യാനുണ്ട്? അപ്പൊ എൻ പി വി എത്ര കിട്ടും? 6,500. എമ്മിന് 6,500 അല്ല, എമ്മിന് എത്രയാടാ? 3,500. 3,500. ഓക്കെ ആണോ? Yes. അടുത്തത് ഏതിലോട്ട് പോകും? എം കഴിഞ്ഞ് അടുത്തത് ഫസ്റ്റ് കഴിഞ്ഞു. ഇനി ഏതാ? ബി. ബി ചെയ്യണേൽ എത്ര വേണം? 160 ഉണ്ട്. അതും കാശില്ലേ നമ്മുടെ അടുത്ത്? Yes. 175 ഇനിയും 160 ഉണ്ട്. അത് ചെയ്താൽ എത്ര കിട്ടും? 6,000 കിട്ടും. ബട്ട് അടുത്ത് ചെയ്യാനുള്ള പൈസ മുഴുവനായിട്ടില്ല. ക്യൂ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണം? ക്യൂ ചെയ്യണമെങ്കിൽ 108. അത്ര ഉണ്ടോ നോക്കിയേ, എത്ര ഉണ്ടോ നോക്കിയേ. 108 ഉണ്ടോ നോക്കിയേ, ഉണ്ടോ? Yes. ഉണ്ട്. അപ്പൊ ക്യൂവും ചെയ്യാം. ക്യൂവും ചെയ്യാനുള്ള പൈസ ഉണ്ട് 108. ക്യൂ ചെയ്ത് എത്ര കിട്ടും? 1575. സോ ബേസിക്കലി ഇപ്പൊ ഇത് ക്യാപിറ്റൽ റേഷനിങ് അല്ലാതെയായി. ഇത്ര പ്രൊജക്ടുകൾ എന്തായാലും ചെയ്യുക. ഇതിന്റെ കിട്ടുന്ന സമ്മ് ഇതായിരിക്കും മാക്സിമം എൻ പി വി. ഓക്കെ ഓക്കെ ആണോടാ? Yes, sir. സർ ആ ചോദിക്കൂ. അതില് പി ഐ കണ്ടതിന് ശേഷമാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഒഴിവാക്കേണ്ടത്. അതെ അതെ, എൻ പി വിയുടെ അല്ലാതെ എൻ പി വി നോക്കിയിട്ടല്ല. അല്ലല്ല, പി ഐ നോക്കിട്ടാ. ഓക്കെ. Any other doubt? മുന്നോട്ട് പോവാം. സോ ഇപ്പൊ റേഷ്യോ എത്രയായി? 7:5 ആയില്ലേ അല്ലേ? 7 തിയറി, 5 ന്യൂമറിക്കൽ. അടുത്തത് നല്ല രസമുള്ള ക്വസ്റ്റ്യനാ. ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ കാപ്ലാനിൽ 2 നമ്മൾ ചെയ്തിട്ടുണ്ട്. കാപ്ലാൻ കിറ്റിലെ ഓറിയന്റൽ കമ്പനി എവിടെയുള്ള കമ്പനിയാടാ? സിംഗപ്പൂർ. സിംഗപ്പൂർ. അവര് ഗുഡ്സ് വിറ്റു, എന്നിട്ട് ബില്ല് ചെയ്തത് ഏത് കറൻസിയിൽ തന്നെയാണ്? യുഎസിലോട്ട് വിറ്റു. ഏത് കറൻസിയിലാണ്? Dollar. എസ് ഡോളർ എന്നല്ലേ പറഞ്ഞത് അല്ലേ? എസ് ഡോളർ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഡോളർ അല്ലേ? Yes. സോ ഇൻവോയ്സ് കിടക്കുന്നത് ആരുടെ കറൻസിയിലാണ്? ഓറിയന്റൽ കമ്പനിയുടെ കറൻസിലാണോ എഡ്ജ് കമ്പനിയുടെ കറൻസിയിലാണോ? Oriental company. Oriental കമ്പനി എക്സ്പോർട്ടർ ആണ് സിംഗപ്പൂരിലെ. എഡ്ജ് കമ്പനി യു എസിലെ ഇമ്പോർട്ടർ ആണ്. ആൻഡ് ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത് ഓറിയന്റലിന്റെ കറൻസിയിലല്ലേ? Yes. ഇനി ഫോറക്സ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും ആരുടെ എമൗണ്ട് ഫിക്സ്ഡ് ആണ്? ആരുടെ കറൻസിയിലാണ് എഴുതുന്നത് അവരുടെ എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കില്ലേ? ഫോർ എക്സാമ്പിൾ ACCയുടെ ഫീസ്, ACCയുടെ നിങ്ങളുടെ എക്സാം ഫീസ് ലെറ്റ്സ് സേ 125 പൗണ്ട് ആണെന്ന് വിചാരിക്കും. 125 പൗണ്ട് ആണെന്ന് വിചാരിക്കും. ഇത് ബില്ല് അടിക്കുമ്പം 120, ഇൻവോയ്സ് അടിക്കുന്നത് 125 പൗണ്ടിലാ. നിങ്ങൾ ഇത് ആർക്ക് 125 പൗണ്ട് ഫിക്സ്ഡ് ആണ്? ACCA ബോഡിക്ക്, കാരണം അവരുടെ കറൻസിയിലാണ് എഴുതിയത്. നിങ്ങൾ അടയ്ക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ അടയ്ക്കുന്ന പേയ്മെന്റ് അല്ലേ കൂടുകയും കുറയാനൊക്കെ ചാൻസ് ഉള്ളൂ അല്ലേ? Yes. ആരുടെ കറൻസിയിലാണ് ഇൻവോയ്സ് ചെയ്തത് അവർക്ക് എമൗണ്ട് സർട്ടൈൻ ആണോ അൺസർട്ടൈൻ ആണോ? Certain. സർട്ടൈൻ ആ. സോ ഓറിയന്റൽ കമ്പനിക്ക് നോ ഇഫക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓറിയന്റൽ കമ്പനിക്ക് നോ ഇഫക്റ്റ് ആയിരിക്കും. ഓക്കെ, നോ ഇഫക്റ്റ് ആണ്. നമുക്കിനി എഡ്ജ് കമ്പനി കണ്ടെത്തണം. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം, ഈ
കറൻസി വീക്കൻ ആവുക സ്ട്രെങ്തൻ ആവുക ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു. ആരുടെയാണ് പഠിക്കാൻ പറഞ്ഞത്? എക്സ്പോർട്ടറുടെ അല്ലേ ഞാൻ ബൈ ഹാർട്ട് പോലെ പഠിക്കാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് എക്സാമിന് മാർക്ക് പെട്ടെന്ന് പിടിക്കാൻ. കൺസെപ്റ്റ് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. എക്സാമിന് പെട്ടെന്ന് പിടിക്കാൻ പറഞ്ഞ എളുപ്പവഴി എന്താ? ഒരു എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഏതാ നമ്മൾ പഠിച്ചു വെച്ചത്? കറൻസി സ്ട്രോങ് ആയാല് അഡ്ജസ്റ്റ്. ഏത് കറൻസിയാ പറഞ്ഞത്? എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഹോം കറൻസി ഹോം കറൻസി സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയാല് അവർക്ക് എന്താണ്? അഡ്വേഴ്സാ. ഓക്കെ. പക്ഷെ നമുക്കിവിടെ എക്സ്പോർട്ടഡ് അല്ല അറിയേണ്ടത്. ആരുടെയാണ് അറിയേണ്ടത്? ഇമ്പോർട്ടർ. സോ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇമ്പോർട്ടർക്ക് വരിക. ഇമ്പോർട്ടർക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇമ്പോർട്ടർക്ക് അവരുടെ ഹോം കറൻസി വീക്കായി സ്ട്രോങ് ആവുന്നത് എന്തായിരിക്കും? അപ്പോ സ്ട്രോങ് ആവുന്നത് ഫേവറബിളും, അതേപോലെ ഹോം കറൻസി വീക്കൻ ആവുന്നത് എന്തായിരിക്കും? അഡ്വേഴ്സും ആയിരിക്കും. ഇതിൽ വരാൻ പോകുന്നത് അല്ലേ? ആദ്യം ഞാൻ നിങ്ങളോട് ഇതാണ് ബൈ ഹാർട്ട് പോലെ പഠിക്കാൻ പറഞ്ഞത്. കൺസെപ്ച്വലി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ബട്ട് അങ്ങനെ ആലോചിച്ച് വരാൻ ടൈം എടുക്കും. അതിനുവേണ്ടി ഒരൊറ്റൊന്ന് പഠിക്കുക. ബാക്കി ഏതാണോ വേണ്ടത് അതിന് ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. എക്സ്പോർട്ടർക്ക് എപ്പോഴും ഹോം കറൻസി സ്ട്രോങ് ആയാൽ അഡ്വേഴ്സേ വരത്തുള്ളൂ. ഓക്കെ. പക്ഷെ ഇവിടെ എക്സ്പോർട്ടഡ് അല്ല, ഇമ്പോർട്ടഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇമ്പോർട്ടർക്ക് ഹോം കറൻസി സ്ട്രോങ് ആവുന്നത് ഫേവറബിളും, കറൻസി വീക്ക് ആവുന്നത് അഡ്വേഴ്സും. ഇവിടെ ഏതാ പറഞ്ഞു നോക്കാം. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് the Singapore dollar is expected to strong in 4 months time against US dollar. So US dollar weaken ആവുന്നതല്ലേ മീനിങ് അല്ലേ? പറഞ്ഞ US ഡോളർ വീക്ക് ആവല്ലേ? സിംഗപ്പൂർ ഡോളർ സ്ട്രെങ്തൻ ആകുന്നു എന്ന് പറയുമ്പോൾ, സിംഗപ്പൂർ ഡോളർ സ്ട്രെങ്തൻ ആവുന്നു പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? US ഡോളർ എന്താവുന്നു? വീക്കൻ ആവുന്നു. സോ ഒരു ഇമ്പോർട്ടന്റ് സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം കറൻസി വീക്കൻ ആവുന്നത് എന്തിനാ വന്ന് വീഴുക? സോ എഡ്ജ് കമ്പനി US കമ്പനിയാണ്. അവരുടെ ഹോം കറൻസി ആയ ഡോളർ വീക്കൻ ആവുന്നത് അവർക്കൊരു അഡ്വേഴ്സ് ആയ ഫോറിൻ എക്സ്ചേഞ്ച് ലോസിലാണ് വന്ന് എൻഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഇത് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ ക്യാപ്ലനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. നോ ഇഫക്റ്റും ഇത് വരുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്തല്ലേ? സിമിലർ ക്വസ്റ്റ്യൻ പറഞ്ഞേ. നമ്മൾ ഈ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തില്ലേ ക്യാപ്ലാൻ കിറ്റിൽ നിന്നും? ശരി, എന്നാ മുന്നോട്ട് പോകുന്നു. അടുത്തത് ഇപ്പൊ എത്രയുടെ റേഷ്യോ? ഇത് അഗെയിൻ ഇത് ന്യൂമറിക്കൽ അല്ലല്ലോ. ഇതിൽ വല്ല കാൽക്കുലേഷൻ ഉണ്ടല്ലോ. കൺസെപ്റ്റുവൽ ആപ്ലിക്കേഷൻ ലെവൽ തിയറിയാണ്. സോ 8.5. അടുത്ത ക്വസ്റ്റ്യൻ, ബോണ്ടിന്റെ വാല്യൂഷൻ കണ്ടെത്താൻ. എടാ വാല്യൂഷൻ ഓഫ് ഇക്വിറ്റിക്ക് PE റേഷ്യോ മെത്തേഡ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ബേസ്ഡ് ഉണ്ട്, അസറ്റ് ബേസ്ഡ് ഉണ്ട്, കുറെ മെത്തേഡ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർസിനും ബോണ്ട് വാല്യൂഷനും FM-ന്റെ സിലബസിൽ എത്ര മെത്തേഡേ ഉള്ളൂ? ഒറ്റ മെത്തേഡേ ഉള്ളൂ. ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോനെ റെലവന്റ് KD കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുക. ക്യാഷ് ഫ്ലോനെ KD കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുക. സോ ഇവിടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 7% കൂപ്പൺ ആണിത്. 7% കൂപ്പൺ ആണ്. 2 വർഷം കൊണ്ട് റെഡീം ചെയ്യുന്നത് 10 വെച്ചിട്ടാ. സോ T1 7ഉം T2 107 ആയിരിക്കും. ഇതല്ലേ ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോ, റൈറ്റ്? T1 7ഉം T2 107 പ്ലസ് പ്രീമിയം ഉണ്ടല്ലേ? മൈ മിസ്റ്റേക്ക്, പ്രീമിയം ഉണ്ടായിരുന്നു. ഞാൻ പ്രീമിയം എടുത്തില്ല. എത്ര പെർസെന്റ് പ്രീമിയം? 10. അപ്പം 117 അല്ലേ വരിക? 117. 10% പ്രീമിയം 10 കൂടി കൂടും. 100 പാർ വാല്യൂ. അവിടെ എങ്ങനെയാ വരുന്നത്? കൂപ്പൺ ഉണ്ട് പ്ലസ് പാർ വാല്യൂ 100 പ്ലസ് 10% പ്രീമിയം 10 കൂടി കൂടും. 117. ഇതാണ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. ഏത് റേറ്റില്? കൂപ്പൺ റേറ്റ് ഉപയോഗിച്ചിട്ടാണോ ഇഫക്റ്റീവ് റേറ്റ് ആയ yield ആയ KD കൊണ്ടാണോ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്? KD എന്ന് പറയുന്നത് ഇൻവെസ്റ്റഡ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ? അവിടെ yield അല്ലേ? അത് 10% ആ. KD അല്ലെങ്കിൽ yield എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. ഈ 10%-ല് ഇവിടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. 7 അല്ല എടുക്കേണ്ടത്, 10 ആണ്. 10-ല് 0.909 and 0.826. സോ ബേസിക്കലി എക്സാമിന് ഇങ്ങനെ ടേബിൾ ഒന്നും വരയ്ക്കണ്ട. നിങ്ങൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇത്ര മാത്രം ചെയ്താൽ മതി. 7 into 0.909 പ്ലസ് 117 into 0.826. ഇതെല്ലാം ആൻസർ വരിക. അതായത് ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോന്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പ്രസന്റ് വാല്യൂ ആയി. ആ പ്രസന്റ് വാല്യൂന്റെ സം എടുത്തു. സോ 103 ആണ് ആൻസർ. 103. 117 ഒന്നുകൂടി പറയാനോ? കൂപ്പൺ 7 ഉണ്ട്, പാർ വാല്യൂ 100 ഉണ്ട്, അതിന്റെ പുറമെ പ്രീമിയം 10%, പ്രീമിയം റിഡംഷൻ അറ്റ് പ്രീമിയം ആണ് 10%. സോ പാർ വാല്യൂടെ 100 ആണ്, അതിന് 10% 10 കൂടി കൂടും. ഓക്കെ, ഡൗട്ട് ഉണ്ട് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നത്, ചിലപ്പോൾ ഞാൻ കാണത്തില്ല മെസ്സേജിന്റെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ. സോ 103 ആണ് ബോണ്ടിന്റെ പ്രൈസ്. 103. സാറേ നമുക്ക് ആ. ആ 7 T1 to T2 എടുത്തിട്ട് ആന്റിറ്റി ഫാക്ടർ വെച്ചിട്ട് ചെയ്തൂടെ? ആ T1 T2 ആനുറ്റി എന്തിനാണ് T2 premium. പക്ഷെ ഇവിടെ ഡയറക്ട്ലി നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ രണ്ടെണ്ണല്ലേ ഉള്ളൂ. എന്തിനാ പിന്നെ ആനുറ്റി പോയി തപ്പി എടുക്കണ്ടേ? അല്ല ആന്റിറ്റി ആയി രണ്ടും കൂട്ടിയാലും പോരെ? ആ കൂട്ടിയാൽ മതി. അത് ചെയ്യാൻ ഡയറക്ട്ലി ഇവിടെ ഫിഗർ ഇല്ലേ? 3-4 വർഷം ഉണ്ടെങ്കിലൊക്കെ ആനുറ്റി ചെയ്തു. അവിടെ 2 വർഷം ഉണ്ടെങ്കിൽ ആ ഓക്കെ ഓക്കെ. ചെയ്യുന്നല്ലേ എളുപ്പം. സർ 10% എടുക്കണം എന്നുകൂടി പറഞ്ഞുതരുമോ? ഇവിടെ റെഡീമബിൾ ഒന്നും പറഞ്ഞില്ല. എങ്ങനെയായിരിക്കും റെഡീമബിൾ അറ്റ് ഏതായിരിക്കും? പാർ പാർ വാല്യൂ എത്രയാ? ഒരു ബോണ്ടിന്റെ പാർ വാല്യൂ ഒന്നും പറഞ്ഞില്ല. 100 ഇവിടെ പറയും ചെയ്തിട്ടുണ്ട് അല്ലെ? ആ yes sir. വാല്യൂടെ 10% വന്നാൽ 10 കൂടി കൂടും. Okay. ഇനി വാല്യൂഷൻ ഓഫ് ഡെപ്റ്റിൽ ഏതാണ് കറക്റ്റ്? വാല്യൂഷൻ ഓഫ് ഡെപ്റ്റിൽ ഏതാണ് കറക്റ്റ്? ആർ കറക്റ്റ്. എടാ ആർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരെണ്ണാണോ ഒന്നിലധികം ഉണ്ടോ? ആർ കറക്റ്റ് ഒന്നിലധികം. ഒന്നില്. ഈസ് ഒന്നിലധികം. കറക്റ്റ് എന്ന് പറയുമ്പോ ഒന്ന് ഒന്ന് മാത്രം. മാത്രം. ഒന്ന് മാത്രം. Yeah. When determine the market value of redeemable debt, redeemable debt നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫ്യൂച്ചറിലുള്ള ഇൻട്രസ്റ്റിന്റെയും റിഡംഷൻ വാല്യൂടെയും ഒക്കെ എന്ത് ചെയ്യണം? പ്രസന്റ് വാല്യൂ എടുക്കണം. യൂസിങ് കൂപ്പൺ റേറ്റ്. റോങ് അല്ലേ? കൂപ്പൺ അല്ലല്ലോ. അല്ല. ഏതെടുക്കേണ്ടത്? ഈൽഡ് അല്ലേ? എക്സ്പെർട്ട് റേറ്റ് ഓഫ് റിട്ടേൺ KD ഈൽഡ് അല്ലേ എടുക്കേണ്ടത്? സോ 1 എന്തായാലും ഇല്ല. 4 എണ്ണം തന്നതിൽ ചിലപ്പോൾ 4 അറിയണമെന്നില്ല. നമുക്ക് 4 എണ്ണത്തിൽ ഏതിൽ ഒരെണ്ണം അറിയും. അത് വെച്ച് അതിനെ എലിമിനേറ്റ് ചെയ്യുക. സോ ഇതിൽ ഏതെന്തായാലും റൈറ്റ് ആണ് അർത്ഥം. പറഞ്ഞേ, ഏത് ഓപ്ഷൻ എന്തായാലും റൈറ്റാ? 3. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എക്സാമിന് ടൈം സേവ് ചെയ്യാനുള്ള വഴിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 or 4 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നടാ? ഫ്ലോർ വാല്യൂ മിനിമം കിട്ടുന്ന വാല്യൂ. ഏത് കൺവേർട്ടബിൾ? 2 ചോയ്സ് ഉണ്ട്. ഒന്ന് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാം. ലെറ്റ്സ് സേ പാർ വാല്യൂ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യുന്നത് പാർ വാല്യൂ, റിഡംഷൻ വാല്യൂ 100 ആണെന്ന് വിചാരിക്കും. ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യുന്നത് 100. ഓർ കൺവേർട്ടബിൾ വാല്യൂ 110 ആണെങ്കിൽ ആൾക്കാർ എല്ലാവരും ഏതായിരിക്കും ചെയ്യുക? ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യോ, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യോ? കൺവേർട്ട് ചെയ്യും. ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്യാഷ് അല്ലേ കുറവ്. പക്ഷെ ഈ ഷെയർ പ്രൈസ് മാർക്കറ്റിൽ എന്തായിക്കൊണ്ടിരിക്കും? എപ്പോഴും ഒരേപോലെ നിൽക്കോ? ചേഞ്ച് ചെയ്യൂല്ലയോ ഷെയർ പ്രൈസ്? ഷെയർ പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സേ കുറഞ്ഞ് 100ന്റെ താഴത്തായാൽ 99 98 ഒക്കെ ആയാൽ നിങ്ങൾ ഏത് ഓപ്ഷനിലോട്ട് മാറും? ഷെയറിന് പകരം ക്യാഷ് ഓഫറിലോട്ട് മാറില്ലേ? സോ എന്തായാലും നമുക്ക് ഉറപ്പാണ് മിനിമം എന്തായാലും എത്ര കിട്ടും? ഷെയറിന്റെ വാല്യൂ കൂടിയാൽ ഷെയറിലോട്ട് നമ്മൾ മാറും. ഷെയറിന്റെ വാല്യൂ കൂടിയാൽ ഷെയറിലോട്ട് മാറും. ബട്ട് എന്തായാലും മിനിമം ഷെയറിന്റെ വാല്യൂ കുറഞ്ഞാലും നമുക്ക് മിനിമം എത്ര രൂപ കിട്ടുമെന്ന് ഉറപ്പാണ്. 100. സോ ഈ ഷെയർ കൺവേർഷൻ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളതാണോ ഫ്ലോർ വാല്യൂ, അല്ലെങ്കിൽ റിഡംഷൻ ക്യാഷ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളതാണോ ഫ്ലോർ വാല്യൂ? ഏതായിരുന്നു ഫ്ലോർ വാല്യൂ? റിഡംഷന്റെ ക്യാഷ് ഓപ്ഷൻ അല്ലേ? ഇവരെന്താ പറയുന്നത്? ഫ്ലോർ വാല്യൂ ഓഫ് എ കൺവേർട്ടഡ് ഈക്വൽ ടു ദ മാർക്കറ്റ് വാല്യൂ വിത്ത് കൺവേർഷൻ ഓപ്ഷൻ. ഇത് റോങ് അല്ലേ? കൺവേർഷൻ ഓപ്ഷൻ അല്ല, റിഡംഷൻ ഓപ്ഷൻ വെച്ചുള്ളതല്ലേ ഫ്ലോർ വാല്യൂ. സോ 2 വരില്ല. സോ ആൻസർ 3 and 4 ആണ്. 3 and 4. കൺവേർട്ടബിൾ വാല്യൂല് എങ്ങനെ കണ്ടെത്തുക? നമ്പർ ഓഫ് ഷെയർസിന് മൾട്ടിപ്ലൈ ബൈ ലൈക്ലി ഷെയർ പ്രൈസ് ചെയ്താൽ കൺവേർഷൻ വാല്യൂ. അതായത് P0 into 1 plus G ചെയ്താൽ ലൈക്ലി പ്രൈസ് ആയി. P0 into 1 plus G പവർ ഓഫ് n മൾട്ടിപ്ലൈ ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്ര കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് കൺവേർഷൻ വാല്യൂ കണ്ടെത്തുന്നത്. ദാറ്റ്സ് റൈറ്റ്. അത് നോക്കുക പോലും വേണ്ട. ആക്ച്വലി ഈ 1ഉം 4ഉം മാത്രം അല്ലെ, 1ഉം 3ഉം നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടി. അല്ല 1ഉം 2ഉം നോക്കിയാൽ തന്നെ ആൻസർ എലിമിനേറ്റ് ചെയ്താൽ. ഓക്കെ ആണോ? എപ്പോഴും മനസ്സിലാക്കേണ്ട 4 എണ്ണം 5 എണ്ണം തരും. ഇതിലെല്ലാം നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. അറിയുന്നത് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ സെക്ഷൻ A കംപ്ലീറ്റ് ആയി. എടാ ഇപ്പൊ എത്രയായിരുന്നു?
ഇത് ന്യൂമറിക്കൽ അല്ല, ഇത് തിയറിയാണ്. റേഷ്യോ എത്ര വന്നത്? 8:5. ഇത് ന്യൂമറിക്കൽ ആയിരുന്നു. അപ്പം 8:6 സെക്ഷൻ എയില് 9 തിയറി ക്വസ്റ്റ്യനും 6 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും. ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിയറിക്ക് കുറച്ചൊരു വെയിറ്റേജ് കൂടുതലായിരിക്കും, ബട്ട് എഴുതാൻ പറ്റുന്ന തിയറിയും ആയിരിക്കും. എന്നാൽ സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട്. എന്തിനാണ് ഒരു കമ്പനി വാല്യുവേഷൻ എടുക്കുന്നത്? ഓക്കെ, earnest companies well diversified that successfully grown over this organic growth mergers. Why is the valuation of equity of a company is necessary? The company is planning to raise equity finance. Equity finance എടുക്കണമെങ്കിൽ ഒരു കമ്പനി പുറമേ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മുടെ ഒരു ഷെയറിന്റെ വാല്യൂ, ഒരു ഷെയറിന് എത്ര ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ വാല്യുവേഷൻ ചെയ്യണം. കറക്റ്റ്, ഇതുണ്ട് എന്തായാലും 1 ഉണ്ട്. സോ എന്തായാലും ഇതല്ല. ഇനി 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആരും കൂടി കിട്ടിയാൽ മതി. 3. 3. 2 2 കോമൺ അല്ല. സോ 2 എന്തായാലും റൈറ്റ് ആണെന്നല്ലേ അർത്ഥം. മേജേഴ്സിനെ, ഒരു കമ്പനി മറ്റൊരു കമ്പനി എക്വയർ ചെയ്യുമ്പോൾ മേജേഴ്സിനെ അക്വിസിഷന്റെ സമയത്തും എന്താണ് വാല്യൂഷൻ വേണം. ഓക്കെ, ഒരു നോ പ്രോഫിറ്റ്, ഇവർ പറയാണ് ഒരു വാല്യൂഷൻ ചെയ്യേണ്ടത് പ്രൈമറി ഫോക്കസ് മിഷൻ ഡ്രിവൺ ആക്ടിവിറ്റീസ് ആണ്. പ്രോഫിറ്റ് മോട്ടീവ് ഒന്നും ഇല്ല. ഇതിന്റെ പേരിൽ എന്തായാലും പ്രോഫിറ്റ് മോട്ടീവ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ എന്തായാലും വാല്യൂഷൻ എടുക്കണം എന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. നോട്ട് ഫോർ പ്രോഫിറ്റ് ആയതിന്റെ പേരിൽ വാല്യൂഷൻ. അവര് മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയോ ആ സമയത്ത് അതിന്റെ സാധാരണ ഇതിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മറ്റൊരു കമ്പനി എക്വയർ ചെയ്യാറില്ല, മേർജ് ചെയ്യാറുണ്ട്. അതിന് പൈസ കൊടുക്കാറില്ല, അതിനെ സൊസൈറ്റിയിലോട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറാണ്. സോ ഈ നോ പ്രോഫിറ്റ് മോട്ടീവ് ഉള്ളതിന്റെ പേരിൽ എന്തില്ല, ആ പേരിൽ മാത്രം വാല്യുവേഷൻ ചെയ്യുന്നത്. സോ 3 വരാൻ പാടില്ല. ഓപ്ഷൻ 1 and 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്മോൾ കമ്പനിയുടെ NRV വെച്ച് കണ്ടെത്താൻ. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചാൽ മനസ്സിലാവും. ഈ കമ്പനീനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്, പിന്നെ ഇവിടെ സ്മോൾ കമ്പനിയെ പറ്റി പറയുന്നു. ഇത്രയല്ല, സ്മോൾ കമ്പനിയെ പറ്റി പറയുന്നു, പിന്നെ മീഡിയം കമ്പനി, പിന്നെ ആൽഫ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് കമ്പനി. ഈ സ്മോൾ കമ്പനിക്ക് ഇത്രയും നോൺ കറന്റ് അസറ്റ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഓൾറെഡി ഒരു ഗുഡ്വിൽ ഉണ്ട്. എടാ, ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനി എക്വയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ കൊടുത്ത പൈസയാണ്. ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഉള്ള ഗുഡ്വില്ലിന് എക്വിറ്റിന്റെ സമയത്ത് മറച്ചു വിൽക്കാനൊന്നും പറ്റില്ല, മാർക്കറ്റബിൾ ആയിട്ടുള്ള ഐറ്റം അല്ല. അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും എത്രയാണ്? ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ ഒരു ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാക്കണം? 0 അല്ലേ? അതിന്റെ വാല്യൂ എടുക്കില്ലല്ലോ. നമ്മള് സെക്ഷൻ ബിയിൽ ഈ അടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത BPP-ലാണെന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ കണ്ടായിരുന്നു. BPP-ലോ കാപ്ലാനിലാണെന്ന് തോന്നുന്നു. കാപ്ലാനിൽ തന്നെ ഒരു ബാലൻസ് ഷീറ്റിനകത്ത് ഒരു ഗുഡ്വിൽ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ന്യൂട്രൽ വാല്യൂ ഒക്കെ എടുത്ത് ആ വാല്യൂ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ ബാലൻസ് ഷീറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ, സിമിലർ ഒരു ക്വസ്റ്റ്യൻ. സാറേ, അസറ്റ് ബേസ്ഡ് മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഏതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ? എടുക്കാത്തത് ഒരെണ്ണേ ഉള്ളൂ, ഗുഡ്വിൽ മാത്രം. ബാക്കി എല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റ്. പിന്നെ സ്പെസിഫിക്കലി പറയണം അതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറയുന്നത് അതിന് എടുക്കില്ല. മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഒരേ ഒരു ഐറ്റം, പ്രത്യേക പേരിന്റെ പേരിൽ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഗുഡ്വിൽ ആണ്. ബാക്കി പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ് ഒക്കെ ചിലപ്പോൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്, ചില ചെയ്യാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ മാത്രം അത് മാർക്കറ്റബിൾ ആണോ അല്ലയോ, ഒന്നും പറഞ്ഞില്ല നമ്മൾ അസ്യൂം ചെയ്യുന്നത് മാർക്കറ്റബിൾ ആണ്. പ്രത്യേകം പറഞ്ഞ് അതിന് മാർക്കറ്റബിൾ അല്ല, വിൽക്കാൻ പറ്റില്ല, മാർക്കറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ വാല്യൂ 0 ആക്കും. സോ ബിസിനസ് വാല്യുവേഷനിൽ 90 എന്ന് പറഞ്ഞൊരു 120 ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടതാണ്. ലേറ്റസ്റ്റ് ഒന്നൊരു ഇതിനകത്ത് ഇതാ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ബ്ലൂബെൽ കമ്പനി, നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ ബ്ലൂബെൽ കമ്പനി. അതിൽ അവരുടെ P&L തന്നായിരുന്നു, ബാലൻസ് ഷീറ്റ് തന്നായിരുന്നു. ബാലൻസ് ഷീറ്റിനകത്ത് നോക്കിയേ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നുണ്ട്. ഈ ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വാല്യൂ കണക്കാക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഈ നോൺ കറന്റ് അസറ്റ്സിന്റെ അകത്ത് എന്തുണ്ട്, ഗുഡ്വിൽ ഉണ്ട്. സോ ഇവർ പറഞ്ഞ് എന്ത് ബേസിലാണ് വാല്യൂവേഷൻ കണ്ടെത്തേണ്ടത്? നെറ്റ് റിയലൈസബിൾ വാല്യൂ, നെറ്റ് അസെറ്റാ. നെറ്റ് അസെറ്റ് മീൻസ് ആദ്യം എന്ത് ചെയ്യണം, ടോട്ടൽ അസറ്റ്സ് ആദ്യം ആരെ കുറയ്ക്കണം? ടോട്ടൽ അസറ്റ്സ് ആദ്യം ആരെ കുറയ്ക്കണം? ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അല്ലേ നെറ്റ് അസെറ്റ്. സോ ടോട്ടൽ അസറ്റ്സിൽ തന്നെ ആസ് പെർ ബുക്സ്, ഇങ്ങനൊന്നും എഴുതണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതി എക്സാമിന് വേഗം എമൗണ്ട് എടുത്ത് പോലെ. ആസ് പെർ ബുക്സ് എത്ര ഉണ്ട് ടോട്ടൽ അസറ്റ്സ്?
അത് നോൺ കറണ്ട് അസറ്റ് അല്ലേ ആദ്യം തന്നത്? ടോട്ടൽ അസറ്റ്സ് ആയിട്ടില്ല, നോൺ കറണ്ട് അസറ്റ്. ടോട്ടൽ നോൺ കറണ്ട് അസറ്റ് ആസ് പെർ ബുക്സ് 1275 ഉണ്ട്. ലെസ് ഗുഡ്വിൽ ഇൻ ബുക്സ്, ഓൾറെഡി ഉള്ള ഗുഡ്വിൽ ഇൻ ബുക്സ് അത് മൈനസ് ചെയ്യണം. എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? 250. ഓക്കെ. പിന്നെന്താ പറയുന്നത്? നോൺ കറണ്ട് അസറ്റ്സിന് വിറ്റാൽ എത്ര കിട്ടുള്ളൂ അതിന്റെ? 80%. ഇതാണ് അഡ്ജസ്റ്റഡ് ക്യാരിങ് വാല്യൂ. ആക്ച്വലി അഡ്ജസ്റ്റഡ് ക്യാരിങ് വാല്യൂ നമുക്ക് വേണ്ട റിയലൈസബിൾ വാല്യൂ ആണ്. സോ റിയലൈസബിൾ വാല്യൂ കണ്ടെത്തുന്നു ആരുടെ? നോൺ കറണ്ട് അസറ്റ്സിന്റെ. ഇതാണ് ഗുഡ്വിൽ ഒഴിവാക്കിയുള്ള ക്യാരിങ് വാല്യൂ. ഇതിന്റെ എത്ര പെർസെന്റേജ്? 80% വിൽക്കുമ്പോൾ കിട്ടത്തുള്ളൂ, 820. ഇനി കറണ്ട് അസറ്റ്സിൽ ഇൻവെന്ററി റെസിവബിൾസ് ഉണ്ട്. ഇൻവെന്ററിക്ക് ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എത്ര വെച്ചതിന് ശേഷം, എന്താ നെറ്റ് എന്ന് പറഞ്ഞാൽ? നെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? അത് അഡ്ജസ്റ്റഡ് ആണോ നോട്ട് അഡ്ജസ്റ്റഡ് ആണോ? Adjusted. അഡ്ജസ്റ്റഡ് ആ. ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഒബ്സലൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻ റെസിവബിൾസിന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറയല്ലേ, അതുപോലെ ഇൻവെന്ററിക്ക് ഒരു പ്രൊവിഷൻ ഫോർ ഒബ്സലൻസ് നെറ്റ് ചെയ്തിട്ടാണ്. സോ ബേസിക്കലി ഈ ഫിഗർ വന്നത് 280 എന്ന് പറഞ്ഞ ഫിഗർ വന്നത് 40 കുറച്ചിട്ടാ. ശരിക്കും അപ്പൊ ഇൻവെന്ററി എത്രയുണ്ട്? 320. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ചെയ്തത് കുറച്ചിട്ടല്ലേ? പ്രൊവിഷൻ നെറ്റ് ചെയ്തല്ലേ? ഇൻവെന്ററി ശരിക്കും എത്രയുണ്ട്? 320 ഇല്ലേ? ആണല്ലോ. Yes. എടാ ഈ 280 എന്ന് പറയുന്ന ഇൻവെന്ററി, ദ ഇൻവെന്ററി ഇസ് നെറ്റ് ഓഫ് എൻ ഒബ്സലൻസ് ഓഫ് 40. ഈ 280 എന്ന് പറയുന്നത് നെറ്റ് ചെയ്തിട്ടാണ്. സോ നെറ്റ് ചെയ്യാതിരുന്ന ഇൻവെന്ററി എത്ര ഉണ്ടാവും? പറഞ്ഞേ, നെറ്റ് ചെയ്യാത്ത ഇൻവെന്ററി എത്ര ഉണ്ടാവും? 320. ഈ 280യോട് ഈ 40 തിരിച്ച് ആഡ് ചെയ്താൽ പോരെ, അല്ലേ? ആണല്ലോ. Yes. Yes. എടാ ഇൻവെന്ററി നെറ്റ് ചെയ്യുന്നതായിട്ട് മുന്നേയുള്ള ഇൻവെന്ററി നമുക്ക് അറിയില്ല ശരിക്കും. ഞാൻ ഇവിടെ എഴുതാം, നോക്ക്. ഇൻവെന്ററി എത്രയാന്ന് അറിയത്തില്ല വിചാരിക്കും. ഇൻവെന്ററി ഇതറിയില്ല, XX. പക്ഷെ അവർ 280 തന്നിട്ടുണ്ട് ബുക്സിൽ. ഇതെന്ന് പറയുന്നത് നെറ്റ് ഓഫ് പ്രൊവിഷൻ അല്ലേ? ഇൻവെന്ററി തന്നെയാണ് ഇതും. ആഫ്റ്റർ ഇൻവെന്ററി നെറ്റ് ഓഫ് പ്രൊവിഷൻ. സോ പ്രൊവിഷൻ എടുക്കുന്നതായിട്ട് മുൻപുള്ള ഇൻവെന്ററി എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? ആ കുറച്ച 40 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ പോരെ? Add back ചെയ്തു. Yes. ഓക്കെ. സോ ഞാൻ പറയുന്നത് ഇൻവെന്ററി ബിഫോർ നെറ്റ് ഓഫ്, ഇൻവെന്ററി ബിഫോർ നെറ്റ് ഓഫ് is equal to 280 plus 40. ഇത് മനസ്സിലായോ? ആണല്ലോ. Yes, sir. ഇനി പറയുന്നു ഗോയിങ് ഫോർവേഡ് ഇത്രയും പ്രൊവിഷൻ ഇല്ല. എത്ര മതി? എത്ര കുറച്ചാൽ മതി? സോ ബേസിക്കലി പ്രൊവിഷൻ നമ്മൾ കുറയ്ക്കേണ്ടത് 40 അല്ല, എത്രയാണ്? 20 ആണ്. സോ ഇതിന്റെ റിയലൈസബിൾ വാല്യൂ 300 ആണ്. ക്ലിയർ ആണോ? അവര് തന്ന 280 നെറ്റ് ഓഫ് 40 ആണ്. ആ 40 അല്ല കുറയ്ക്കേണ്ടത് 20. സോ 40യെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിട്ട് ആരെ കുറച്ചു? ന്യൂ പ്രൊവിഷൻ, ലേറ്റസ്റ്റ് അഡ്ജസ്റ്റഡ് പ്രൊവിഷൻ. സോ റിയലൈസബിൾ വാല്യൂ ഓഫ് ഇൻവെന്ററി 300 ആ വരുന്നത്. ക്ലിയർലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാ അടുത്ത? റിസീവബിൾസ്. ഒന്നും പറഞ്ഞില്ല 520 എടുക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്ര കിട്ടാൻ ചാൻസ് ഉള്ളൂ അതിന്റെ ബുക്ക് വാല്യൂന്റെ 90%. സോ റിസീവബിൾ ബുക്ക് വാല്യൂ എത്രയുണ്ട്? 520. ഇതിന്റെ 90%. സോ ഇതാണ് റിയലൈസബിൾ വാല്യൂ ഓഫ് അസറ്റ്സ്. ഇതല്ല വാല്യൂ ഓഫ് ദി ബിസിനസ്. ഇതിന് എന്ത് കുറയ്ക്കണം? എന്ത് കുറയ്ക്കണം? ടോട്ടൽ ലയബിലിറ്റീസ്. അപ്പോഴേ നമുക്ക് നെറ്റ് അസറ്റ് കിട്ടത്തുള്ളൂ. അതാണ് വാല്യൂ ഓഫ് ഇക്വിറ്റി. ബട്ട് ഈ ക്വസ്റ്റ്യൻ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടെത്താനല്ല, റിയലൈസബിൾ വാല്യൂ ഓഫ് ദി അസറ്റ് അല്ലേ ചോദിച്ചത്, അല്ലേ? കാൽക്കുലേറ്റ് ദി അസറ്റിന്റെ വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലേ? കാൽക്കുലേറ്റ് ദി അസറ്റ് വാല്യൂ യൂസിംഗ് റിയലൈസബിൾ വാല്യൂ മെത്തേഡിലെ അസറ്റിന്റെ വാല്യൂ വരെയാണ് ചോദിച്ചത്, ഇൻ തൗസൻഡ്സ്. പറഞ്ഞേ ഓക്കെ ആണോ? Yes, sir. Sir. സോ ഫസ്റ്റ് വൺ തിയറി, അടുത്തത് ന്യൂമറിക്കൽ. എഗെയിൻ അടുത്തത് ന്യൂമറിക്കൽ. PE റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മീഡിയം കമ്പനിയുടെ വാല്യൂ കണ്ടെത്താൻ. PE റേഷ്യോ ഉപയോഗിച്ചിട്ട് എന്തായിരുന്നു ഫോർമുല? MPS അല്ലെങ്കിൽ ഷെയർ പ്രൈസ് ഇസ് ഈക്വൽ ടു എന്താ? EPS into EPS. PE റേഷ്യോ. ഈ ഫോർമുലകളൊക്കെ പഠിക്കണേ. സോ ഇതാ നമുക്ക് കിട്ടേണ്ടത്.
അവരുടെ EPS-ഉം അവരുടെ PE റേഷ്യോയും. അല്ല ഇവിടെ കണ്ടുപിടിക്കാൻ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അല്ലടാ, ടോട്ടൽ അല്ലേ, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണ്ടെത്താൻ. സോ ടോട്ടൽ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഷെയറിന് വരെ ടോട്ടൽ ഏർണിങ്സ് അല്ലേ എടുക്കേണ്ടത്, അല്ലേ? ടോട്ടൽ ഏർണിങ്സ് ഇൻറ്റു PE റേഷ്യോ. സോ ടോട്ടൽ ഏർണിങ്സ് തന്നിട്ടുണ്ട്. എത്ര ടോട്ടൽ ഏർണിങ്സ്? 850,000. 850,000 ആണ് ടോട്ടൽ ഏർണിങ്സ്. ആൻഡ് ഇവരെ പോലെയുള്ള സിമിലർ കമ്പനിയുടെ PE റേഷ്യോ 10 ആണ്. ഓക്കെ, അവരുടെ EPS എടുക്കരുതേ. നമ്മുടെ ഏർണിങ്സ്, നമ്മുടെ വാല്യൂഷൻ ചെയ്യാൻ വേണ്ടി ആരുടെ ഏർണിങ്സ് ആയിരിക്കണം എടുക്കേണ്ടത്? ആരുടെ ഏർണിങ്സ് എടുക്കേണ്ടത്? നമ്മൾ അൺലിസ്റ്റഡ് ആയതുകൊണ്ട് ആരുടെ PE റേഷ്യോ എടുക്കണം? പ്രോക്സി കമ്പനിയുടെ. ഇവിടെ ഈ EPS ആരുടെയാ? ദിസ് EPS 1.2 സംതിങ് EPS. ഇത് നമ്മുടെയാണോ പ്രോക്സി കമ്പനിയുടെ EPS ആണോ? ഇത് ഇതെടുക്കരുത്, ഇതെടുത്താ തെറ്റി. നമ്മുടെ ഏർണിങ്സ് മൾട്ടിപ്ലൈ ബൈ പ്രോക്സിയുടെ PE റേഷ്യോ. സോ 850 ഇൻറ്റു 10 ആയി എത്ര? 10 അല്ലായിരുന്നോ? 850 ഇൻറ്റു 10 ആയി എത്ര? 10 അല്ലേടാ PE റേഷ്യോ? എത്ര വരും? 850 ഇൻറ്റു 10 8,000. ഹലോ, ഓക്കെ ആണോ? ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണോ പ്രത്യേക ഡൗട്ട് ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ കൊടുക്കുമ്പോഴാ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ട് 3 zeros ഉണ്ട്. അപ്പൊ ഇവിടെ ഫുൾ വാല്യൂ ആയിരിക്കും കൊടുക്കേണ്ടത്. നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് വാല്യൂ ആവില്ല. എക്സാമിന് നമ്മുടെ റിയൽ എക്സാം ക്വസ്റ്റിൽ പ്രത്യേകം പറയും പെർ ഷെയർ ആണോ ടോട്ടൽ ആണോ. എനിക്ക് തോന്നുന്നു ഒരു പെർ ഷെയർ ആണ്. ഇത് ഇവിടെ തൗസൻഡ്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് അവർ പെർ ഷെയർ ആയിരിക്കും എന്നുള്ളത്. അവർ കണ്ടുപിടിച്ച് ചിലപ്പോൾ പെർ ഷെയർ ആയിരിക്കും. ആണ് പെർ ഷെയറിൽ അവർ കണ്ടെത്തിയത്. സോ ഇതിനെ ഡിവൈഡ് ബൈ പിന്നെ എന്ത് ചെയ്താൽ മതി? ഇതിന് ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ പോരെ. ഇവർക്ക് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് മീഡിയം കമ്പനിക്ക്? 1 million. സോ 8,500 ഡിവൈഡ് ബൈ 1 million ചെയ്ത് കഴിഞ്ഞാൽ 8.5 വരും. കറക്റ്റ്? 8.5. ബട്ട് നിങ്ങൾ എക്സാമിനിടാ അത് കറക്റ്റ്ലി നിങ്ങൾ റിയൽ എക്സാം ക്വസ്റ്റിൽ കറക്റ്റ്ലി എന്തുണ്ടാവും? കുറച്ചുകൂടി ഡേറ്റ ഉണ്ടാവും. മാർക്കറ്റ് പെർ ഷെയർ ആണോ ഇതാണ്. ഇവിടെ എനിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം, ഇത് പെർ ഷെയർ ആണെന്ന് തോന്നാനുള്ള കാരണം തൊട്ട് മോളത്തേൽ ഇവർ എന്ത് കൊടുത്തിട്ടുണ്ട്? തൗസൻഡ്സ് എന്നുള്ള 3 zeros കൊടുത്തു. അങ്ങനെ ഒരു സാധനം ഇല്ല. പ്ലസ് റൗണ്ട് ഓഫ് ചെയ്യാനും പറയുന്നു 2 decimals. അപ്പൊ റൗണ്ടിങ് ഓഫ് കൂടുതൽ വരിക പെർ ഷെയറിലോട്ടൊക്കെ മാറ്റുമ്പോഴാണ്. മറ്റേ 10 അല്ലേ PE റേഷ്യോ ഫുൾ. അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി ജസ്റ്റ് ചെക്ക് ചെയ്താണ്. ബട്ട് റിയൽ എക്സാം ക്വസ്റ്റൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അവർ കറക്റ്റ്ലി പറയും ടോട്ടലാണോ പെർ ഷെയറിലാണോ. ഓക്കെ സർ, ഇഫ് മാർക്കറ്റ് വാല്യൂ ആണ് ചോദിച്ചെങ്കിൽ ടോട്ടൽ ഏർണിങ്സ് എടുക്കാൻ വേണ്ടേ? അത് ക്വസ്റ്റനിൽ ക്ലിയർ ഉണ്ടാവുക. വാല്യൂ ഓഫ് ഇക്വിറ്റി, ടോട്ടൽ മാർക്കറ്റ്, ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി അങ്ങനെ പറയും. മറ്റേത് പെർ ഷെയർ തന്നെ പറയും. ക്ലാരിറ്റി ഉണ്ടാവും എക്സാം ക്വസ്റ്റനിൽ. ഇത് പക്ക പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ അല്ലല്ലോ, അവരുടെ ഒരു മോക്ക് എക്സാം അല്ലേ. അപ്പൊ അതിന് അവർ അത്ര റിസർച്ച് നടത്തിയിട്ടുണ്ടാവില്ല. റിയൽ എക്സാം നല്ല റിസർച്ച് നടത്തി ഫുൾ വീണ്ടും വീണ്ടും സോൾവ് ചെയ്ത് എവിടെയെങ്കിലും ക്വസ്റ്റനിൽ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ടോ? ഇപ്പൊ ഇവിടെ തന്നെ ഇത് പെർ ഷെയർ ആവോ ഇതാവും നമുക്ക് ഡൗട്ട് ഇല്ലേ. ഇങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കിയിട്ട് എക്സാമിന് റിയൽ എക്സാമിന് ഉണ്ടാവുള്ളൂ കേട്ടോ. സാറേ, ഈ ആൻസർ ടു ദ നിയറസ്റ്റ് സെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യണ്ടേ? നിയറസ്റ്റ് 10 cents എന്നൊക്കെ പറയാ. അതായത് 10 പൈസ. ഇപ്പൊ 23.48 വന്നു. നിയറസ്റ്റ് 10 എന്ന് പറഞ്ഞാൽ 0.48 കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 40 ആണ് അല്ലെങ്കിൽ 50 ആണ്. അപ്പൊ ഏതായിരിക്കും വരുക നിയറസ്റ്റ്? 50. സോ 23.50. നിയറസ്റ്റ് 10 cents എന്നാ പറയാ, അല്ല നിയറസ്റ്റ് സെൻസിലോട്ടില്ല. നിയറസ്റ്റ് ഡോളേഴ്സ് പറയാറുണ്ട്. ഓക്കെ ഓക്കെ സർ. ഇത് 19th. Which of the following correctly represent started company using discounted cash flow basis? എന്താണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോസ് എല്ലാം എഴുതും. year 1, year 2, year 3, year 4. ബിസിനസ് എത്ര കാലം വരെ ഉണ്ടാവും? ഇൻഫിനിറ്റ് പീരീഡ്. സോ ഒരു 3 വർഷം 4 വർഷമൊക്കെ നമ്മൾ ചെയ്യും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് T4 to T infinite അല്ലെങ്കിൽ T5 to T infinite എന്ന രീതിയിൽ ചെയ്യും. ഇവിടെ എങ്ങനെയാ പറഞ്ഞു നോക്കിയേ? സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ 4 വർഷത്തെ ക്യാഷ് ഫ്ലോസ് വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് അത് 2% വെച്ച് ഗ്രോ ചെയ്യുന്ന പറയുന്നത് അല്ലേ? റൈറ്റ് ആണോ ഇല്ലയോ? 1, 2, 3, 4 പിന്നെ 5 to infinite.
വിത്ത് 2% ഗ്രോത്ത്. ഇവരെ നമുക്ക് ഡിസ്കൗണ്ടഡ് ഫാക്ടർ ഉപയോഗിച്ച് പ്രസന്റ് വാല്യൂ കണ്ടെത്താം. ഇയാളുടേത് ഡിലേഡ് പെർപ്പച്യൂറ്റിയുടെ ഫോമിൽ വെച്ച് ചെയ്തൂടെ അല്ലേ? സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള എല്ലാ ക്യാഷ് ഫ്ലോന്റെയും പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചറിലുള്ള എല്ലാ ക്യാഷ് ഫ്ലോന്റെയും പ്രസന്റ് വാല്യൂ. അതായത് T1 തൊട്ട്, മക്കളെ ശ്രദ്ധിക്കൂ, അതായത് T1 തൊട്ട് T∞ വരെ എടുക്കണം. ബട്ട് ഒന്നിച്ചിവിടെ പ്രസന്റ് വാല്യൂ കണ്ടെത്താം. 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. T1 to T4 വരെ ആദ്യം ചെയ്യണം, പിന്നെ T5 to T∞. സോ ഇയർ 1 to 4 നമ്മൾ T1 to T4 വരെയുള്ള ക്യാഷ് ഫ്ലോ സാധാരണ പോലെ എഴുതി വെക്കുക. T1, T2, T3, T4. എത്രയ്ക്കുണ്ട് ക്യാഷ് ഫ്ലോസ്? 130, 180, 130, 180, 240. ഇതിനെ നമ്മുടെ കമ്പനിയുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടുണ്ടാവും 11%. അതുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുക. ഡിസ്കൗണ്ടിങ് റേറ്റ് 11%. എടാ എക്സൽ ചെയ്യുമ്പോൾ ശരി നമ്മൾ ഫോർമുല ഉണ്ട്. ഞാൻ ഫോർമുല യൂസ് ചെയ്യുന്നില്ല, ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആണ്. ടേബിളിൽ പോയിട്ട് എടുക്കുക, ടേബിളിൽ നിന്നും ഫാക്ടർ എടുക്കുക. എത്രടാ? 11%. 901. ഓക്കെ, 901. പിന്നെയോ 812 812 731 731 659. 659. ഈ ടേബിൾ നമ്മൾ എടുക്കുന്നു. ദെൻ പ്രസന്റ് വാല്യൂസ്, ക്യാഷ് ഫ്ലോ ഇൻടു ഫാക്ടർ. ഇതാണ് നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ഫ്രം T1 to T4. ഇതിന്റെ പ്രസന്റ് വാല്യൂ കിട്ടും. അതായത് ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ്. ഇനി ഇതുപോലെ ഏതിന്റെ പ്രസന്റ് വാല്യൂ എടുക്കണം? പ്രസന്റ് വാല്യൂ ഓഫ് എവിടുന്ന് എങ്ങോട്ടല്ലേ? T5 to T∞. അതിന്റെ ഡിലേഡ് പെർപ്പച്യൂറ്റി വിത്ത് ഗ്രോത്താ. നോർമൽ പെർപ്പച്യൂറ്റി വിത്ത് ഗ്രോത്ത് നമ്മൾ എങ്ങനെ ചെയ്യാറ്? നോർമൽ പെർപ്പച്യൂറ്റി വിത്ത് ഗ്രോത്ത് perpetual cash flow perpetual cash flow into 1 plus G divided by R minus. So normally perpetual cash flow into 1 plus G divided by R minus G. ഇതാണ് നോർമലി പെർപ്പച്യൂറ്റി വിത്ത് ഗ്രോത്ത്. ഡിലേഡ് ആവുമ്പോൾ പല മെത്തേഡ് ഉണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മൾട്ടിപ്ലൈ ബൈ എന്തുകൂടി ചെയ്താൽ മതി? ഡിസ്കൗണ്ടിങ് ഫാക്ടർ. എവിടുന്നാണോ ക്യാഷ് ഫ്ലോസ് തുടങ്ങുന്നത് അതിന്റെ പ്രീവിയസ് പീരീഡ്. അതായത് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ T5 തൊട്ടല്ലേ തുടങ്ങുന്നത്? ഏത് പീരീഡ് ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കണം? T4. അപ്പം ഇനി ഏതാ ഗ്രോ ചെയ്യുക? T5 തൊട്ടിട്ട് ഏതാ? ഈ 130 ആണോ, 180 ആണോ, 210 ആണോ, 240 ആണോ? പിന്നീട് അവിടെ നിന്ന് ഗ്രോ ചെയ്യുക 240. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡലിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമിലർ ഈ ക്യാഷ് ഫ്ലോന് വരെ ഡിവിഡൻഡ് വെച്ചിട്ട്. സോ 240 ആണ് ഇനി അങ്ങോട്ട് ഗ്രോ ചെയ്യുന്നത്. എത്ര പെർസെന്റ് വെച്ചിട്ട്? 240 എന്ന് പറയുന്ന പെർസെന്റേജ് ഇനി എത്ര വെച്ച് ഗ്രോ ചെയ്യും? 2%. So into 1.02 perpetual cash flow into 1 plus G divided by R minus G. R എന്ന് പറഞ്ഞാൽ 11% minus G 0.02. ഇത്രയും ചെയ്ത നോർമൽ പെർപ്പച്യൂറ്റി വിത്ത് ഗ്രോത്ത് ആയി. ബട്ട് ഡിലേഡ് ആയതുകൊണ്ട് T5 നിന്ന് തുടങ്ങുന്നു. സോ പ്രീവിയസ് പീരീഡ് ആയ T4ന്റെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിസ്കൗണ്ടിങ് ഫാക്ടർ. എത്രയാണ് T4ന്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ? 0.659. 179248. 179248 ആണ് ആൻസർ. റൗണ്ട് ഓഫ് ചെയ്ത 1792. ആൻഡ് ശരിക്കും ഇത് വാല്യൂ ഓഫ് ദി ഫേം ആണ്. ഇതൊന്നും സെപ്പറേറ്റ്ലി VD പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാല്യൂഷൻ ഓഫ് ഡെപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ ഇതല്ലല്ലോ ആൻസർ, മൈ മിസ്റ്റേക്ക്. ഇതിപ്പോ ഏതിന്റെ മാത്രമേ ആയിട്ടുള്ളൂ? ഇതല്ലോ ആൻസർ, മൈ മിസ്റ്റേക്ക്. എടാ 1 to 4 അല്ല, ഇതിൽ ഏത് എടുത്തില്ല ഞാൻ? 1 to 4 എടുത്തില്ലല്ലോ, അതുകൂടി കൂട്ടണ്ടേ? സോ 574 കൂടി കൂട്ടണം. സോ ബേസിക്കലി 2367 ആണ് ആൻസർ. 2367 അതാ ആൻസർ. പക്ഷേ ഇത് ശരിക്കും വാല്യൂ ഓഫ് ഫേം ആണ്. വാല്യൂ ഓഫ് ഫേമാ. ഇതൊന്നും എന്തുകൂടി കുറയ്ക്കുമ്പോഴാണ് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടുക?
ഡെപ്റ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ആ സ്റ്റാർട്ടപ്പ് കമ്പനി ഡെപ്റ്റ് ഉള്ളതായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് 0 ആണ്. അപ്പൊ ഇത് തന്നെയാണ് ഫിഗർ നൽകുക 2367. ഓക്കെ, സാർ വാല്യൂ ഓഫ് ഡെപ്റ്റിന്റെ കാൽക്കുലേഷൻ നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട്, കുറക്കേണ്ട ക്വസ്റ്റ്യൻ വരും. അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ AFM വരുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ വാല്യൂഷനോട് ചെയ്യുകയാണെങ്കിൽ അത് ഒബ്ജക്റ്റീവ് അല്ലല്ലോ, ചെറിയ 2 മാർക്കിലല്ലോ. വാല്യൂഷൻ ഓഫ് ഡെപ്റ്റിൽ ഇതിന് കുറേ ചെയ്യാനുണ്ട്. AFM പഠിക്കുന്ന ആരോടും ചോദിച്ചാൽ മനസ്സിലാവും വാല്യൂഷൻ ഓഫ് ഡെപ്റ്റ് വൺ ഓഫ് ദി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ വീഡിയോ എന്നുള്ള ഈവൻ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോന്റെ വളരെ മിനിമലേ നമുക്ക് വരുള്ളൂ. AFM മുഴുവൻ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ ആണ്. കുറേ സ്ഥലത്ത് പി റേഷ്യോ ഒന്നും അധികം ഇല്ല, ഡിവിഡന്റ് വാല്യൂഷനും അധികം ഇല്ല, കൂടുതൽ ഫ്രീ ക്യാഷ് ഫ്ലോ ബേസ്ഡാ. ഓക്കെ, ഇതൊക്കെ 2367 പറഞ്ഞേ. Yes, sir. എന്നാ അടുത്തത് ഈസ് ദി കറക്റ്റ് വേ ടു കാൽക്കുലേറ്റ് മാർക്കറ്റ് ക്യാപ്പ്. ഇത് എന്ത് സിമ്പിൾ വശം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടെത്തുക? Current market share price into number of shares. ഇപ്പോഴത്തെ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഇപ്പോൾ ഉള്ള ഷെയർ പ്രൈസ്, അല്ലാതെ ആവറേജോ വെയിറ്റഡ് ആവറേജോ ഒന്നും എടുക്കില്ലല്ലോ. ഡെപ്റ്റ് കുറയ്ക്കോ? ഇല്ല, ഡെപ്റ്റ് എടുക്കില്ലല്ലോ. വാല്യൂ ഓഫ് ഇക്വിറ്റി മാത്രമേ എടുക്കുള്ളൂ. സോ ഇതാണ് ബേസിക്കലി. ഇതില് എത്ര തിയറി എത്ര ന്യൂമറിക്കല്? 2 തിയറിയും 3 ന്യൂമറിക്കലും അല്ലേ? സോ ഓവർ ഇപ്പോ 20 ക്വസ്റ്റ്യൻ ചെയ്തപ്പോ 11 തിയറി ക്വസ്റ്റ്യനും മറ്റേ 9 numerical. 9 ന്യൂമറിക്കലും. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. 20 വരെ ക്വസ്റ്റ്യൻ ആയില്ലേ? ഇനി ഇതിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടടാ? ഒബ്ജക്റ്റീവ് 10. നമ്മൾ അതാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതുകൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ സമയം കംപ്ലീറ്റ് ആവും. 4 മണി വരെ. ഇനി 15 മിനിറ്റ് കൂടി ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പേപ്പർ കൂടി ഷെയർ ചെയ്യും. പ്രീ ജൂൺ 2024 2024 ജൂൺ. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ 24 ആ. നിങ്ങൾ ചെയ്യേണ്ടത് നാളെ നമ്മുടെ ലൈവ് തുടങ്ങുന്നതായിട്ട് മുന്നോടിയായിട്ട് ഇതിലെ 30 ക്വസ്റ്റ്യൻ കൂടി സോൾവ് ചെയ്ത് വരിക. ടൈം വെച്ചിട്ട് 30 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എത്ര ടൈം വേണം? 60 മാർക്കാ. 60 × 1.8 108 മിനിറ്റ്. 108 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെടുക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ 10 ക്വസ്റ്റ്യൻ ഇല്ലേ? എടാ ഇതിൽ 10 ക്വസ്റ്റ്യൻ ചെയ്യാനില്ലേ നമ്മുടെ സെപ്റ്റംബർ പേപ്പറിലെ? Yes, sir. ഏത് തൊട്ട് ഏത് വരെയുള്ളേ? ക്വസ്റ്റ്യൻ നമ്പർ 21 to 30. ഇത് പ്രാക്ടീസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എടാ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാനുള്ള ടൈം കൂടി തരില്ല. അപ്പൊ ആ ടൈം ഞാൻ വെറുതെ ഇരിക്കുക ആ സമയത്ത്. അപ്പൊ നാളെ കൂടി നമുക്കൊരു സെഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് ഇരുന്നിട്ട് ഇതിലെ 20 മുതൽ 30ഉം വേറെ ഞാനൊരു ജൂൺ 2024 പേപ്പർ ഷെയർ ചെയ്യും. ഇതല്ലാതെ വേറെ കുറെ പേപ്പർ ഉണ്ട്. അത് നമ്മുടെ നോർമൽ ബാച്ചിൽ നമുക്ക് ചെയ്യാം. മാരത്തോണിൽ എനിക്ക് എത്ര ക്വസ്റ്റ്യൻ? 30ഉം ഇവിടെയും 30, മറ്റേ പേപ്പറിൽ മിനിമം 60 പേപ്പർ. ഇഫ് ടൈം അലോസ് ഞാൻ ഒരു 10-20 ക്വസ്റ്റ്യൻ കൂടി ചെയ്തേക്കാം. സോ അത്രയും ഗുഡ് നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യില്ലേ? സോ ജൂൺ 2024 പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇപ്പൊ ഷെയർ ചെയ്യും. നമ്മുടെ നോർമൽ ഗ്രൂപ്പിലും മാരത്തോണിന്റെ ഗ്രൂപ്പിലും. ഇതിലെ 30 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് വരിക 1 to 30. ഇതിന്റെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം സെക്ഷൻ സി ടൈപ്പ്. ഇത് നമ്മുടെ സ്ഥിരം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അവർ ചെറിയ രീതിയിലൊന്ന് മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്പേഴ്സ് ഒക്കെ മാറ്റി കൊടുത്തതാ. അല്ലാണ്ട് സെക്ഷൻ സി അത്രയും നല്ല ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, ടാർഗറ്റ് മനസ്സിലായില്ലേ? ആൻസർ കീ സെൻഡ് ചെയ്യൂ. ആൻസർ കീസ് ഞാൻ സെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു തരുള്ളൂ. ആൻസർ കീസ് നോക്കി നിങ്ങൾ അത് നോക്കി വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ആൻസർ എന്തായാലും പറഞ്ഞുതരാം. Okay, sir. ഓക്കെ, ശരി. എന്നാൽ നിങ്ങൾ പ്രാക്ടീസ് ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. നാളെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ പ്രാക്ടീസ് ഇവിടെ ചെയ്യണം. പ്രാക്ടീസ് കംപ്ലീറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഒരു 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഏത് സെഷന്റെ ജൂൺ 2024 പ്രീമോക്ക് തരാം. ഇതിന്റെ പുറമെ ഒരു ഫൈനൽ നിങ്ങളുടെ സെപ്റ്റംബർ സെഷൻ 2025 പ്രീമോക്ക് എവിടെ കിടക്കുന്നുണ്ട്? നമ്മുടെ CB പ്ലാറ്റ്ഫോമിലുണ്ട്. CB പ്ലാറ്റ്ഫോമിൽ പല ആൾക്കാർക്കും ലോഗിനിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് പറയുന്നുണ്ട്. കാരണം പ്ലാറ്റ്ഫോം കുറച്ച് അപ്ഡേറ്റ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ എന്ത് ചെയ്തത്? എന്തായാലും കുറച്ച് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാന്നല്ലേ വേണ്ടത്? ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കാണാന്നല്ലേ? അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ അവൈലബിൾ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, ഫൈൻ. ശരി, എന്നാ പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ടുമാറോ 1 PM കാണാം. 1 PM to 4 PM വരെ തന്നെ. ഓക്കെ.